آل سيدنا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. بحق لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി നാളെ പരലോകത്തെത്തുമ്പോൾ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നാഫിയായ ഇൽമായി സ്വീകരിക്കുകയും അതുകൊണ്ട് ഖബറിലും പരലോകത്തും അല്ലാഹു നമുക്ക് ഉപകാരപ്പെടുത്തി തരട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, പഠനകാലങ്ങളിലും ജോലി സമയങ്ങളിലുമൊക്കെ വസ്ത്രം നൽകിയവർ, അള്ളാഹു അവർക്ക് എല്ലാവിധ ഖൈറിൻ്റെ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അതിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്ക് ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്ന എല്ലാ ഖബറാളികൾക്കും അള്ളാഹു സ്വർഗം നിർബന്ധമാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്കും നമ്മുടെ അഹ്ലിനും നമ്മുടെ തലമുറകൾക്കുമൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് റമളാനെ സന്തോഷത്തോടെ വരവേൽക്കാനും അതിഥിയാകുന്ന റമളാനിനെ സന്തോഷത്തോടെ യാത്രയാക്കാനും അള്ളാഹു നമ്മെ തിരഞ്ഞെടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാൻ ദുആ ചെയ്യണമെന്നതിലേക്ക് വല്ലാതെ ഗൗരവത്തോടെ പറഞ്ഞ ഒരു പരിശുദ്ധമായ മാസമാണ് റമളാൻ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അൽ ബഖറ 183-ാമത്തെ ആയത്തിലാണ് നോമ്പുമായി ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ നിബന്ധന അല്ലാഹു പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ ഞാൻ നോമ്പിനെ നിർബന്ധമാക്കി രേഖപ്പെടുത്തിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെയാണ് നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. എന്തേ കാരണം? എന്തിനാണ് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തിനെ നമുക്ക് 4ആയി തിരിക്കാം. ഒന്ന് യാ അയ്യുഹല്ലദീന ആമനൂ, 2 കുതിബ അലൈക്കുമുസ്സിയാം, 3 കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, 4 ലഅല്ലക്കും തത്തഖൂൻ. എല്ലാവരോടും നോമ്പെടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയില്ല. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ നിങ്ങളൊക്കെ നോമ്പെടുക്കണമെന്ന ഒരു കൽപ്പന അള്ളാഹുവിനില്ല.
നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളോട് ഒരിക്കൽ ഡോക്ടർ ചോദിച്ചു, എന്തേ നിങ്ങളുടെ ഷുഗറൊക്കെ ഇപ്പം നോർമലാണല്ലോ, എന്തേ കാരണം? അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് ഞാൻ അവർ നോമ്പെടുക്കുന്ന പോലെ അവരോട് ചേർന്ന് ഞാൻ നോമ്പെടുക്കാറുണ്ട് എന്നിയാൾ കാരണം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോമ്പെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് നോർമലാകും. എന്തുകൊണ്ട്? അത്രത്തോളം ശരീരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റും ഷുഗർ കണ്ടന്റൊന്നും ശരീരത്തിലേക്ക് വല്ലാതെ കയറൂലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ഒരാൾ നോമ്പെടുത്ത് അതിന്റെ ലക്ഷ്യം എന്താണ്? അത് അയാളുടെ രോഗം മാറുക എന്നതാണ്. എന്നാൽ അത്തരത്തിൽ എല്ലാ മനുഷ്യരോടും അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ? ഒരിക്കലുമില്ല. അള്ളാഹുവിന്റെ കൽപ്പന, അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് നോമ്പിന്റെ കൽപ്പനയുള്ളത്. ഒരു മനുഷ്യന്റെ ഏറ്റവും ചെറിയ ദറജ മുഅ്മിനാവുക എന്നതാണ്. മനുഷ്യന് ഒരുപാട് ദറജ ഉണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ. അതിലേറ്റവും സ്വീകരിക്കപ്പെടുന്ന ഒന്നാമത്തെ ദറജ മുഅ്മിൻ, വിശ്വാസിയാവുക എന്നുള്ള ദറജയാണ്. ആ വിശ്വാസിയായ ആളുകളോട് അള്ളാഹു പറഞ്ഞു, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം അള്ളാഹു പറഞ്ഞു, അയ്യുഹല്ലദീന ആമനു, ആരാണ് നോമ്പെടുക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളാണ് നോമ്പെടുക്കേണ്ടത്, മുഅ്മിനീങ്ങളാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ ഇത് ആരാണ് എന്താണ് എടുക്കേണ്ടത്? കുത്തിബ അലൈക്കുമുസ് സിയാം, അവൻ നോമ്പാണ് എടുക്കേണ്ടത്. ഇനി നോമ്പ് ആരൊക്കെയാണ് എടുത്തത്? കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ മാത്രമല്ല നബിയെ, മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തെ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ആ കഷ്ണം, ആയത്തിന്റെ ആ കഷ്ണം, അത് ചരിത്രമാണ്. എന്തിനാ നിങ്ങൾ നോമ്പെടുക്കുന്നത്? ലഅല്ലക്കും തഖ്തഖൂൻ, സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ഈ ആയത്തിൽ പിന്നീട് അല്ലാഹു പറഞ്ഞു, ഇനി കുറച്ച് ആളുകൾ നോമ്പെടുക്കണ്ട. വൈകാന മരീളൻ ഓലാ സഫരിൻ എന്ന് പറഞ്ഞിട്ട് ആയത്ത് ഇങ്ങനെ തുറന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കുറെ ആളുകൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഹലാലായ യാത്രക്കാരാണെങ്കിൽ അതുപോലെ തന്നെ രോഗിയാണെങ്കിലൊന്നും നിങ്ങൾ നോമ്പെടുക്കണ്ട. ആയത്തിന് അല്ലാഹു വീണ്ടും പറഞ്ഞ് അതിന്റെ ഇടയിൽ അല്ലാഹു ഒരായത്തിനെ പറഞ്ഞു. ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സംഭവം അങ്ങനെ പറയുന്ന, നോമ്പിന്റെ നിയമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നെ പറയുന്ന ഒരു കാര്യം ദുആവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെയും അല്ലാഹു നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ അല്ലാഹു പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോ നോമ്പിന്റെ ആയത്തുകൾ പറയുന്നതിനിടയിൽ അല്ലാഹു വെച്ച ആയത്ത് ദുആവുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് ചെയ്യാം? നമുക്ക് മഹാന്മാരെ മധ്യവർത്തിയാക്കാം. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞ് ചില ക്യാമ്പയിനുകളൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ദുആരക്കുന്നത് ആരോടാണ്? അല്ലാഹുവിനോട് തന്നെയല്ലേ. എന്താ സംശയം? ഏത് പ്രാർത്ഥനയിലാണ്, ഏത് ദുആയിലാണ് അല്ലാഹുമ്മ റബ്ബന എന്ന പ്രയോഗം കൊണ്ടുവരാത്തത്? അല്ലാഹുമ്മ എന്ന് ആവർത്തിച്ച് ദുആ ചെയ്യാറില്ലേ നമ്മൾ? അതുകൊണ്ട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമെന്നത് സത്യത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. എന്തേ? എല്ലാവരും അല്ലാഹുവിനോട് തന്നെയാണ് ചോദിക്കുന്നത്. പിന്നെ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? മുഅ്മിനീങ്ങൾ തവസ്സുലാക്കും. ആരെ? الشفاعة هب لنا في القيامة مشفقا وأهلنا إلا عياها سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله محمد رسول الله. മുഅ്മിനീങ്ങൾ ആരെ തവസ്സുലാക്കും? ഹബീബിനെ തവസ്സുലാക്കും.
മഹാന്മാരെ തവസ്സുലാക്കും, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ തവസ്സുലാക്കും. എന്തുകൊണ്ട്? അവരൊക്കെ അള്ളാഹുവിലേക്ക് അത്രത്തോളം അടുത്ത ആളുകളാണ്. അവരെ പേര് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ബദരീങ്ങളുടെ പേര് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ്. നിസ്കാരത്തെക്കുറിച്ച് ഖംസ് 5 എന്ന് പറയാത്ത പരിശുദ്ധമായ ഖുർആൻ ബദറിൽ മലക്കുകൾ ഇറങ്ങി എന്ന് പറയാൻ വേണ്ടി തന്നെ എത്ര ആയത്ത അള്ളാഹു കൊണ്ടുവന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച ബദർ അനുസ്മരണ പ്രസംഗം വെക്കാം. അടുത്ത ആഴ്ചത്തെ നമ്മുടെ ക്ലാസ് അതാക്കാം. ചൊവ്വാഴ്ച ഉണ്ടാവില്ല, ഒന്നുകിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച. ചൊവ്വാഴ്ച വേറെ പരിപാടിയുണ്ട്. ചൊവ്വാഴ്ച അല്ലേ ബദരീകളാണ്ട് വരിക, അന്ന് രാവിലെ വേറെ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പോകും. അപ്പോൾ തിങ്കളോ ബുധനോ ഇൻഷാ അല്ലാഹ് അത് മേതുട്ടിക്ക ഗ്രൂപ്പിൽ അറിയിക്കാം. ഇന്ന് തിങ്കളാഴ്ച തന്നെ ആവാം, ആണ്ടിന്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യാം. അപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോമ്പിന്റെ ആയത്തുകൾ പറയുന്നതിന് ഇടയിൽ ദുആഇന്റെ ആയത്തിനെ അള്ളാഹു ചേർത്ത് വെച്ചു. അപ്പൊ ദുആ എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന് റമളാനിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇനി നമ്മൾ വിഷയത്തിൽ പറഞ്ഞതുപോലെ റമളാനിലെ 30 ദിവസങ്ങളെ അള്ളാഹു 3 ആക്കി തിരിച്ചു. ആ 3 ആക്കി തിരിച്ചതിൽ അവ്വലുഹു റഹ്മാ വഔസതുഹു മഗ്ഫിറാ വആഖിറുഹു ഉദ്കും മിനൻ നാർ. ഒന്നാമത്തെ 10 അവ്വലുഹു റഹ്മാ, ഒന്നാമത്തെ 10 അല്ലാഹുവിനോട് കാരുണ്യത്തെ ചോദിക്കാനുള്ള 10 ഒന്നാമത്തെ 10 മുതലായോനെ രണ്ടാമത്തെ 10 കാര്യമുള്ളൂ. രണ്ടാമത്തെ 10 കിട്ടിയോനെ മൂന്നാമത്തെ 10 കൊണ്ട് കാര്യമുള്ളൂ. റഹ്മതി വസിഅതി കുല്ലി ശൈഇ എന്ന് അല്ലാഹു പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ്. റഹ്മതി എന്റെ കാരുണ്യം, വസിഅതു കുല്ലി ശൈഇൻ എല്ലാത്തിനെയും മൂടി വെക്കുന്നതാണ്, എല്ലാത്തിനെയും കവച്ചു വെക്കുന്നതാണ് എന്ന് അല്ലാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് പാപമോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്താണ്. ഒരു മനുഷ്യന് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്താണ്. ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്താണ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? റഹ്മത്ത് വേണം. അതാണെങ്കിൽ അള്ളാഹു ആദ്യത്തെ 10 വെക്കുകയും ചെയ്തു. ഇനി ആദ്യത്തെ 10 തറാവി നിസ്കരിച്ചിട്ട് അവസാനിപ്പിച്ചാലും അവർക്ക് എന്ത് കിട്ടിക്കോട്ടെ? റഹ്മത്ത് കിട്ടിക്കോട്ടെ. ആദ്യത്തെ 10 ഒരാൾ മുതലാക്കി ആ ആദ്യത്തെ 10 വല്ലാത്ത ഗൗരവത്തോടെ എടുത്തു. എന്നാൽ രണ്ടാമത്തെ 10 അത്രത്തോളം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അള്ളാഹു റഹ്മാനാണ്. നമ്മക്കൊരാളും പിടിച്ചിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ആദ്യം പ്രസംഗിക്കാൻ വന്ന ദിവസം വെള്ളിയാഴ്ച പറഞ്ഞത് തിരക്കുള്ളവരൊക്കെ പൊയ്ക്കോന്നാണ്. ഓരോരുത്തരാവശ്യം ഓരോരുത്തർക്ക് അറിയുള്ളൂ. പിടിച്ചിരുത്താന്നുള്ള സംഭവം ഒരു പ്രസംഗത്തിലുമില്ല. അതുകൊണ്ട് ആള് കുറഞ്ഞാലത്തെ പ്രശ്നമൊന്നും നമുക്കില്ല. ചില പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അത് ആളായിട്ടില്ല എന്ത് ചെയ്യാം? ആളായിട്ടില്ലെങ്കിൽ എന്താ? അള്ളാഹു വിധിച്ചവരല്ലേ വരുള്ളൂ. നമുക്ക് ബംഗാളികളൊന്നും പരിപാടിക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പൈസ കൊടുത്തിട്ട്. അള്ളാഹു വിധിക്കട്ടെ. അപ്പൊ അള്ളാഹു തൗഫീഖ് ആളുകൾ വരും. ചിലപ്പോ ഒരു നേരം പോകും, ചിലപ്പോ എന്തേ അവരെ വീട്ടിൽ വല്ല രോഗികളുണ്ടാവും, അവരെ പരിപാലിച്ചിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ രാത്രി ഒരുപാട് നേരം തറാവീഹ് കഴിഞ്ഞ് ശരീരമൊക്കെ വേദന എടുത്ത് ഗുളികയൊക്കെ കഴിച്ച് കിടന്ന് രാവിലെ അത്താഴത്തിന് നേരത്തെ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അത്താഴം കഴിച്ച് സുബഹി നിസ്കരിച്ച് പിന്നെ ഖുർആനോദി സൂര്യ ഉദിച്ചു എന്ന് തോന്നിയപ്പോൾ പിന്നെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കിടന്നുറങ്ങി. അപ്പോൾ 10:30 ക്ലാസ് മറന്നു. പെട്ടെന്ന് ഓർമ്മ വന്നു, ഓടി വന്നപ്പോൾ 11 മണി. പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അള്ളാഹു വിധിച്ചവര് വരും. തവക്കുൽ ഭയങ്കര സംഭവമാണ്. അത് അതിൽ കണ്ട് എത്തിപ്പെടണം. അത് ഏതൊന്നും നമുക്ക് വിചാരിച്ചുണ്ടാക്കാൻ പറ്റും. ഞാനൊക്കെ കഫക്കെട്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. പോയപ്പോൾ ഹോമിയോ ഡോക്ടറെ അടുത്താണ് പോയത്. അപ്പോൾ ആദ്യമായിട്ട് പോണതാണ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? എല്ലാ കാര്യം ചോദിച്ചറിയും. അപ്പോൾ ഹോമിയോ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ പെണ്ണുങ്ങളെടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ ചോദിച്ചു, കയ്യിൻ്റെ അടിയിൽ ചൂടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ചൂടൊന്നുമില്ല. അപ്പോൾ അവള് പറഞ്ഞു ചെറിയ ചൂടുണ്ടായിരുന്നു, ഇടയ്ക്ക് തൊട്ടോക്കുന്ന ചൂട് നമുക്കറിയില്ലല്ലോ. ആ കൂട്ടത്തിൽ ചോദിച്ചു ദേഷ്യം ഉണ്ടോ ചോദിച്ചു. എന്നോട് അവനക്കൊരു ദേഷ്യമില്ല. ഇന്നോട് ദേഷ്യം ഉണ്ടോന്നല്ല, പൊതുവേ ദേഷ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞു എനിക്ക് ദേഷ്യം ഉണ്ടാവില്ല. തീരെ ദേഷ്യം ഉണ്ടാവില്ല. തീരെ ദേഷ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മൂപ്പരൊരു കാര്യത്തിൽ ദേഷ്യം പിടിച്ചാൽ നമുക്കറിയും എന്തിനാണ് അത് ദേഷ്യം പിടിക്കണ്ട ഒരു കാര്യമില്ല, അല്ലാണ്ട് ദേഷ്യം ഉണ്ടാവില്ല.
അപ്പൊ എന്നോട് ചോദിച്ചു, അങ്ങനെ തന്നെ ആയിരുന്നോ മുമ്പ്? ഏയ് ഒരിക്കലല്ല, അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ? അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടറോട്, ഒരു ഹിന്ദു ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തത് എന്താ? ഇസ്മ മുസമ്മാവ് എന്ന് പറയും. പേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. എന്തേ? ഇസ്മ മുസമ്മയാവും. ആ ഇസ്മിലെ അർത്ഥം ഒരർത്ഥത്തിൽ ഈ കുട്ടിയുടെ സ്വഭാവത്തിലേക്ക് ഫലിച്ചു വരും എന്ന് ചുരുക്കം. അപ്പോ ഏതൊരു മനുഷ്യനും ഒരു കാര്യം വിചാരിച്ചാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ചുരുക്കം. അപ്പോ ഒന്നാമത്തെ 10 ഹബീബായ നബി തങ്ങൾ റഹ്മത്തിന്റെ 10 പറഞ്ഞു, 2 മഗ്ഫിറത്ത് പറഞ്ഞു, 3 ഇത്ഖും മിനന്നാർ എന്ന് പറഞ്ഞു. ഈ 3 10കളിലും പ്രത്യേകമായ ദുആയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധമായ റമദാൻ 1 മുതൽ നമ്മൾ തുടങ്ങിയ പ്രാർത്ഥന, അല്ലാഹുമ്മ റഹംനി അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിൽ നിന്ന് നിന്റെ വശാരമായി നിന്നോട് ഞാൻ റഹ്മത്തിനെ ചോദിക്കുന്നു. ഇത് ആദ്യത്തെ 10 ദുആ ചെയ്യണമെന്ന് ഹബീബ് പഠിപ്പിക്കുമ്പോ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. റമദാനിലെ 2ാമത്തെ 10 മഗ്ഫിറത്തിനെ ചോദിക്കണമെന്ന് പറയുമ്പോ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ അന്നി. ഈ 2 പ്രാർത്ഥനകൾ റമദാനിലെ 3ാമത്തെ 10 ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ 3 പ്രാർത്ഥനകൾ, ഈ 4 പ്രാർത്ഥനകളെ റമദാനിലെ 3 ദിവസങ്ങളിലായി ചെയ്യാൻ അല്ലാഹു. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ റമദാൻ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഒരു പൊതുവായ പ്രാർത്ഥനയുണ്ട്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ പ്രാർത്ഥനയിൽ ആദ്യത്തെ 2 പ്രാർത്ഥന അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. പിന്നെയുള്ള 2 കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങലാണ്. ആ പ്രാർത്ഥനയെ നമുക്ക് 4 ആയിട്ടൊന്ന് മുറിക്കാം. 1, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. ഇത് അല്ലാഹുവിനെ പ്രശംസിക്കലാണ്, അല്ലാഹുവിനെ പുകഴ്ത്തുക. അല്ലാഹു വലിയ ഇഷ്ടമുള്ള കാര്യം. പുകഴ്ത്തുന്നതിന് ഇപ്പൊ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം. ഒരാളെ പ്രശംസിക്കുന്ന ആർക്കും ഇഷ്ടമില്ലാത്ത? മുഅ്മിനീങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് അവരുടെ സാന്നിധ്യത്തിൽ പാട്ട് പാടുന്ന ഒരു കാലമാണ്. ജീവിച്ചിരിക്കുന്ന ആളുകൾ, അത് രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും മതസംഘടനാ നേതാക്കളാണെങ്കിലും ഒക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് അവരുടെ സാന്നിധ്യത്തിൽ പാട്ടുപാടി പ്രശംസിക്കപ്പെടുന്ന ഒരു കാലമാണ്. എന്നാ പാട്ടുപാടൽ തെറ്റാണോ? തെറ്റൊന്നല്ല. ഒരാൾക്ക്, എനിക്കിപ്പോ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കുറിച്ച് മദ്ഹ് പറഞ്ഞു തോന്നി, ഞാൻ ഒരു മദ്ഹ് എഴുതി തങ്ങളെടുത്ത് പോയിട്ട് പാടി. പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് തങ്ങൾ എങ്ങനെ എടുക്കും? അതൊരു ചോദ്യമല്ലേ. ഞാൻ ജീവിച്ചിരിക്കണ കാലത്ത് എന്നെ കുറിച്ച് ആളുകൾ ഇങ്ങനെ മദ്ഹ് പറയുമ്പോ എൻ്റെ അവസ്ഥ എന്താ? എന്നെ കുറിച്ചൊക്കെ ചിലപ്പോ സ്റ്റേജിലൊക്കെ ഇങ്ങനെ മദ്ഹ് പറയുമ്പോ നല്ല ദേഷ്യ. കാരണം ആ ഗുണങ്ങളൊന്നും ഒക്കില്ല. കാരണം അതാണ്, അവര് പറയുന്ന പ്രഭാഷകൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയും. നമുക്കറിയാം ഒന്നും നമ്മളില്ല, പിന്നെ ഇല്ലാത്ത നോണ വിളിച്ചു പറഞ്ഞ എന്തിനാ? ഇനി അങ്ങനെ വിളിച്ചു പറയേണ്ട കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് കിബിറ് കുടുങ്ങിയാലോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അമല് പോയി കിട്ടില്ല. എന്തിനീ വണ്ടി മലക്കണം?
അപ്പോൾ അങ്ങനെ പ്രശംസിക്കാം. പക്ഷേ ആ പ്രശംസിക്കപ്പെടുന്ന ഒരാളുടെ ഹൃദയത്തിൽ ഒരു നിമിഷമെങ്ങാനും കിബർ കയറിയാൽ അത് വലിയ നഷ്ടം സംഭവിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഷഹാദത്തിന് പറയാം, അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കാൻ. അത് അള്ളാഹുവിൻ്റെ വല്ലാത്ത ഇഷ്ടമാണ്, അള്ളാഹുവിനെ പ്രശംസിക്കണം. അല്ലെങ്കിലും ഖുർആനിൽ നിർബന്ധമായ ഒരു സൂറത്ത് ഫാത്തിഹല്ലേ. ഫാത്തിഹ എന്താ? സനാഉല്ലാഹ് വസനാഉ റസൂലില്ലാഹ്, അള്ളാഹുവിനെയും റസൂലിനെയും പുകഴ്ത്തലാണ് ഫാത്തിഹ മുഴുവൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിനെ പ്രശംസിക്കലാണ്. ഒരർത്ഥത്തിൽ അത് റസൂലുള്ളാഹിനെ പ്രശംസിക്കലാണ്. ഫാത്തിഹയിൽ രണ്ടാളുകളെ ഉള്ളൂ. ഒന്ന് അള്ളാഹുവും, രണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫ. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം പറയാം. വെള്ളിയാഴ്ച എങ്ങാനും നമുക്ക് ഫാത്തിഹ പറയാം, പക്ഷെ ഗൗരവത്തിൽ പറയാം. ഉമ്മാരിക്കത് കേൾക്കാൻ പറ്റൂല എന്ന് വിചാരിക്കണ്ട. ആ വെള്ളിയാഴ്ച മെയ്തൊട്ടിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റും. കാരണം മെയ്തൊട്ടിക്ക് അത് റെക്കോർഡ് ചെയ്യുമല്ലോ, അപ്പൊ എല്ലാവർക്കും എത്തും ഇൻഷാ അല്ലാഹ്. അപ്പോ അള്ളാഹുവിന്റെ സനാ ആണ് ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ സനാ ആണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ 5 ആയത്തുകളും അള്ളാഹുവിനെ പുകഴ്ത്തി. 6ാമത്തെ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ എനിക്ക് നേരായ മാർഗത്തിലേക്ക് നീ എന്നെ ചേർക്കണം. ദുആ കഴിഞ്ഞു. പിന്നെ അടുത്ത ആയത്ത് എന്താ? ആ ദുആന്റെ വിശദീകരണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണം. വൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഈ പറയപ്പെടുന്ന 2 വിഭാഗം കൂട്ടത്തിലും നീ ഞങ്ങളെ ചേർക്കാനും പാടില്ല. അപ്പൊ അള്ളാഹുവിനെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇത്രത്തോളം ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. അള്ളാഹുവിനെ പ്രശംസിക്കലോളം അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമില്ല. അള്ളാഹുവിനെ വല്ലാതെ പ്രശംസിച്ചിട്ട് അവസാനം ഇപ്പോ കടം വീടാനുള്ളൊരു ദുആയുണ്ട്. ആ കടം വീടാനുള്ള ദുആ എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവൻ ആദ്യത്തെ എല്ലാ വരികളും അള്ളാഹുവിന്റെ സനാ ആണ്. അള്ളാഹുവിനെ ഇങ്ങനെ പ്രശംസിച്ച് അവസാനം ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, പടച്ചോനെ ഇന്റെ കടം വീട്ടിത്താ. നീണ്ടു നിൽക്കുന്ന ദുആയാണ്. ഒരുപാടുണ്ട് ആ ദുആ, വളരെ കൂടുതലല്ല എന്നാലും കുറച്ചുണ്ട്. ആ ദുആ അങ്ങനെ അത് മുഴുവൻ അള്ളാഹുവിന്റെ സനാ ഇങ്ങനെ പറയാണ്. അള്ളാഹുവിനെ പ്രശംസിച്ച് അവസാനം പറയുന്നത് പടച്ചോനെ നീ എന്റെ കടങ്ങളെ വീട്ടി തരണേ എന്നാണ്. അപ്പോ ദുആഇന്റെ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ പ്രശംസിക്കുക എന്നുള്ളതാണ്. ദ്വാരക്കണ സമയത്ത് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ദ്വാരക്കുമ്പോൾ അള്ളാഹുവെ പടച്ചോനെ ഞാൻ കടക്കാരനാണ്, എൻ്റെ കടം വീട്ടി തരണേ എന്ന് ദ്വാരക്കുന്നതിനേക്കാളും സ്വീകരിക്കപ്പെടാൻ സാധ്യത അള്ളാഹ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുടുങ്ങി എന്ന് വിചാരിച്ച സന്ദർഭത്തിൽ പോലും നീ എന്നെ രക്ഷപ്പെടുത്തിയില്ല അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. ഞാൻ നിന്റെ അടിമയല്ല അള്ളാഹുവിനെ പുകഴ്ത്തലാണ്. എനിക്ക് സ്നേഹം തുളുമ്പുന്ന സ്നേഹം നൽകാൻ കഴിയുന്ന വാപ്പയെയും ഉമ്മയെയും നീ എനിക്ക് തന്നില്ല അള്ളാഹുവിനെ പ്രശംസിക്കലാണ്. അങ്ങനെ എന്തൊക്കെ പറയാൻ കഴിയുമോ നമ്മുടെ ജീവിതത്തെ കുറിച്ച്? അള്ളാഹുവെ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറാരോഗങ്ങളെ തന്നുകൊണ്ട് നീ എന്നെ പരീക്ഷിച്ചില്ലല്ലോ അള്ളാഹുവിനെ പ്രശംസിക്കലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പടച്ചോനെ ഞാൻ കുടുങ്ങി നിൽക്കുന്നൊരു സന്ദർഭമാണ്, ഇതിന്റെ കടം വീട്ടി തരണേ, അങ്ങനെ തേർക്കാം. ദുആഇന്റെ അദബ് അങ്ങനെ ശ്രദ്ധിക്കണം. എന്നാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ കാര്യം നടക്കും, വളരെ പെട്ടെന്ന് നടക്കും. നമ്മൾ ആവശ്യം അവസാനത്തിൽ വെക്കുക, തുടക്കത്തിൽ മുഴുവനും അള്ളാഹുവിനെ പ്രശംസിക്കുക. എങ്ങനൊക്കെ പ്രശംസിക്കാൻ പറ്റുമോ അങ്ങനൊക്കെ അള്ളാഹുവിനെ പ്രശംസിക്കുക. അള്ളാഹുവിനത് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിനത് വലിയ ഇഷ്ടമാണ്. അല്ലെങ്കിലും പ്രശംസിക്കപ്പെടേണ്ടത് അള്ളാഹു അല്ലാതെ പിന്നെ ആരാണ്? എന്തേ ഒക്കെ നമ്മൾ ചോദിക്കാതെ എല്ലാം തന്ന രക്ഷിതാവല്ലേ അള്ളാഹു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹുവല്ലാതെ ആരാധനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന പരിശുദ്ധമായ വചനങ്ങളെ കൊണ്ട് അതിലേക്ക് ചേർത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ മുത്തുനബി തങ്ങൾ എൻ്റെ ഹബീബാണ്, റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതിൽ ആദ്യം ഷഹീദായത് ആരെന്നറിയുമോ? അത് ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയാണ്. ഇസ്ലാമിക ചരിത്രത്തില് അള്ളാഹുവിന്റെ ഹബീബിനെ അംഗീകരിച്ചതിന്റെ പേരില് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലിയതിന്റെ പേരില് ആദ്യമായിട്ട് ഷഹീദായ വനിതയാണ് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹാ. അവരുടെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന യാസർ റളിയല്ലാഹു അൻഹു, അവരുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനാകുന്ന ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ഹറമില് 3-ാം നമ്പർ ബാത്റൂം ഓർമ്മയുണ്ടാവും അല്ലേ? 3-ാം നമ്പർ ബാത്റൂം, 3-ാം നമ്പർ ബാത്റൂമിന്റെ അവിടുന്ന് ഹറമിൽ കണ്ട് നേരെ നടക്കൂലേ? അത് നടക്കണേന് പകരം, ഹറമിന്റെ ഉള്ളിൽ കടക്കണേന് പകരം ഇടത്തോട്ട് നടക്കുക, അഥവാ ആ പള്ളിയുടെ ഇടത്തോട്ട് ഇങ്ങനെ നടക്കുമ്പോ, പള്ളി ഇങ്ങനെ വട്ടത്തിലാണല്ലോ, മെല്ലെ ഇങ്ങനെ ഇടത്തോട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരു റോഡുണ്ട്, അവിടെ ഒരു പാലം, കുറച്ചങ്ങോട്ട് പോണം. അവിടെ പാലം ഉണ്ടായിരുന്നു, ഇപ്പൊ പോയ അതാണ് അവിടുത്തെ അതൊന്നും പറയാൻ പറ്റില്ല. അവിടെ ഒരു ഭാഗം ഇപ്പോഴും ഒഴിച്ചിട്ടിട്ടുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹുവിനെയും സുമയ്യ ബിവി റളിയല്ലാഹു അൻഹയുടെയും ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും ചരിത്ര സംഭവം നടക്കുന്നത് അവിടെയാണ്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, കാരണം അവിടെ കുഴിച്ചെടുക്കുമ്പോൾ ചോര വരികയാണ്. അത് കാണണമെങ്കിൽ ഒന്നിങ്ങനെ വട്ടം തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ നമ്മൾ ആ 3-ാം നമ്പർ ബാത്റൂമിന്റെ അവിടെ നിന്ന് ലുലുവിന്റെ അടുക്ക് ഇങ്ങനെ നടന്നു പോകല്ലേ, അഥവാ ഇടത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴും അവിടെ ലുലുണ്ട്. ആ ലുലുവിന്റെ അടുക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് നേരെ വലത്തെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം കാണാൻ പറ്റും. വലൈക്കും സലാം. ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗം പറ്റും. അത് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നിലകൊള്ളുന്ന സ്ഥലമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച കുടുംബമാണ്. ആ ഇസ്ലാം സ്വീകരിച്ച കുടുംബത്തിലേക്ക്, എല്ലാ കുടുംബങ്ങളിലേക്കും അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള എല്ലാ ഇസ്ലാമിന്റെ ശത്രുക്കളും കടന്നു വരുമ്പോ അവസാനം ബഹുമാനപ്പെട്ട സുമയ്യ ബിവി റളിയല്ലാഹു തആല അൻഹക്ക് ഉറപ്പാണ്, എന്റെ വീട്ടിലും അവർ കടന്നു വരുമല്ലോ, ഞങ്ങളെയും അവർ ആക്രമിക്കുമല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ തന്ന പോലെ സ്വാതന്ത്ര്യം ഞങ്ങൾക്കൊരു മതവും തന്നില്ല. ആ നേരങ്ങളിലാണ് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു തആല അൻഹ ഒരു ശബ്ദം കേൾക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആ നേരത്തും സുമയ്യ ബിവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ ഉള്ളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഭർത്താവിനെ നോക്കി നിൽക്കുമ്പോ എന്തേ തിരിച്ചു പോയി തടുക്കാൻ കഴിയൂല. ആരാണ് തന്നെ ആക്രമിക്കാൻ വരുന്നത്? മക്കയിലെ വലിയ വലിയ രാജാക്കന്മാരാണ്. അബൂജഹലാണ്, ഉത്ബത്താണ്, ശൈബത്താണ്, വലീദാണ്, നേതാക്കളാണ്. അവര് വന്നിട്ട് യാസർ എന്ന കുടുംബത്തിലെ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, യാസറേ, എങ്ങനെയാണ് നിനക്ക് എന്റെ ബിംബങ്ങളെ, മുൻകാലങ്ങളിൽ നമ്മൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളെ ഒഴിവാക്കാൻ കഴിയുന്നത്? ലാത്തയെ, ഉസ്സയെ, മനാത്തയെ എങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയുന്നത്? ഇന്നലെ ഒരു ദിവസം ഞാൻ നബിയാണെന്ന് പറഞ്ഞ, കാണാൻ കഴിയാത്ത അല്ലാഹു എന്ന ദൈവത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്തിന്റെ പേരിലാണ് യാസറെ നിങ്ങൾ അംഗീകരിച്ചതെന്ന് ചോദിച്ച് യാസർ റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിക്കുകയാണ്. യാസർ റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിക്കുകയാണ്.
എത്രത്തോളം എന്നറിയുമോ? പ്രിയമുള്ളവരെ, ശരീരത്തിൽ നിന്ന് വസ്ത്രം മുഴുവനും ഒഴിഞ്ഞെടുക്കുകയാണ്. ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കിടത്തുകയാണ്. ചാട്ടവാറ് കൊണ്ട് ശരീരത്തിലടിക്കുകയാണ്. ആ നേരത്ത് മറ്റുള്ള ചില തമ്മാടികൾ പോയിട്ട് വല്ലാത്ത ഭാരമുള്ള കല്ല് കൊണ്ടുവരികയാണ്. ആ കല്ല് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ വെക്കുകയാണ്. ആ ശരീരത്തിലേക്ക് ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കിടക്കുമ്പോ താഴ്ഭാഗം മുഴുവനും ബിന്ദുകിയ മണം പുറത്തേക്ക് വരുമ്പോ ശരീരം മുഴുവനും കത്തിയാളാൻ കഴിയുന്ന തരത്തില് ശരീരം മുഴുവനും അടയാളങ്ങളായി തീരുമ്പോ ശരീരത്തിന് ചൂട് സഹിക്കാൻ കഴിയാതെ വരുമ്പോ അതിന്റെ മുകളിലേക്ക് വല്ലാത്ത പാറക്കല്ല് പോലും കൊടുന്നു വെച്ച് യാസർ റളിയല്ലാഹു തആല അൻഹുവിനെ വേദനിപ്പിക്കുന്നത് കാണുമ്പോ അപ്പോഴും യാസർ പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. അപ്പോഴാണ് അവർക്ക് ദേഷ്യം പിന്നെയും വന്നത്. അവര് തീ കത്തിക്കുകയാണ്. ആ തീയിലേക്ക് യാസർ റളിയല്ലാഹു തആല അൻഹുവിനെ വലിച്ചെറിയുകയാണ്. അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് നിലത്ത് വന്ന് കിടക്കുന്ന യാസർ റളിയല്ലാഹു തആല അൻഹുവിനെ ഹബീബായ മുത്തുനബി തങ്ങളും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവും കണ്ടുമുട്ടുമ്പോ ആ വഴിയിലൂടെ കടന്നു വരുമ്പോ യാസർ റളിയല്ലാഹു തആല അൻഹു തന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, അന്ത്യനാൾ വരെ ഇങ്ങനെയാകുമോ റസൂൽ? അങ്ങയെ സ്വീകരിച്ചതിന്റെ പേരില്, ഇസ്ലാമിനെ അംഗീകരിച്ചതിന്റെ പേരില്, ഏകനായ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടുവന്നതിന്റെ പേരില്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ വചനം പറഞ്ഞതിന്റെ പേരില് അന്ത്യനാൾ വരെ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ റസൂലേ? റസൂലുള്ളാഹ്ക്ക് മറുപടി പറയാനില്ല. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമല്ലേ. എന്താണ് ഹബീബ് മറുപടി പറയുക? ആ നേരത്ത് ഉസ്മാൻ തങ്ങൾ കരയുമ്പോ റസൂലുള്ള തന്റെ കണ്ണുനീര് പിടിച്ചു വെക്കുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതിസന്ധിയുള്ള മനുഷ്യന്റെ മുമ്പിൽ കണ്ണുനീര് പുറത്തെടുക്കാൻ കഴിയുമോ? ആ മനുഷ്യന് ഈമാനികമായ പ്രകാശം മുത്തുനബി തങ്ങൾ കൊടുക്കുമ്പോ റസൂലുള്ളാന്റെ പരിശുദ്ധമായ കരങ്ങളെ യാസർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നബി തങ്ങൾ തൊട്ട് റസൂലുള്ള പറയുന്നു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ യാസർ. ഇത് പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണ്. യാസർ എന്ന വാക്ക് മാത്രമാണ് റസൂലുള്ള ചേർത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിനു പകരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ മാസങ്ങളോളം കത്തിക്കപ്പെട്ട തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയുന്ന സന്ദർഭത്തില് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ സന്ദർഭമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ സന്ദർഭം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹ് തീയിനോട് പറഞ്ഞു, തീയേ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. നീയാകണം, ബർദൻ തണുപ്പാകണം, വസലാമൻ സമാധാനവുമാകണം, അലാ ഇബ്രാഹിം എന്റെ ഇബ്രാഹിമിന് എന്ന് അള്ളാഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന സന്ദർഭം ആ ആയത്ത് നബി തങ്ങൾ ഇവിടെ ഓർത്തെടുത്തിട്ട് ബഹുമാനപ്പെട്ട യാസർ റളിയല്ലാഹു അൻഹുവിന്റെ കരിഞ്ഞു കിടക്കുന്ന ശരീരത്തിലേക്ക് നിബിതങ്ങൾ നിബിതങ്ങളുടെ പരിശുദ്ധമായ കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ യാസർ. അള്ളാഹുവിന്റെ ആയത്തിനെടുത്ത് വെച്ചിട്ട് ഷിഫായിനെ പോലെ സമാധാനമുണ്ടാക്കുന്ന വചനമായി അള്ളാഹുവിന്റെ റസൂല് ആ ഒരു ആയത്ത് പറയാം. എന്നിട്ട് പറയുന്നുണ്ട്, യാസറേ, നീ ക്ഷമിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം
ഈ ദുനിയാവിൽ നിന്ന് കണ്ടു തന്നെ നിനക്ക് മരിക്കാൻ കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ യാസർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. യാസർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയാണ്. പിന്നെ വീട്ടിലുണ്ട് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹ. യാസർ റളിയല്ലാഹു അൻഹു അപ്പോഴും മരിച്ചിട്ടില്ല. സുമയ്യ ബീവി മരണപ്പെട്ടതിന് ശേഷമാണ് യാസർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ചരിത്രത്തിൽ അബൂജഹൽ നേരെ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വന്നു. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, സുമയ്യ, ഇന്നലെ വന്ന മുഹമ്മദിന്റെ വാദഗതികളോട് നീ ഇപ്പോഴും യോജിക്കുന്നുണ്ടോ സുമയ്യ? ഇസ്ലാമിലെ ധീരയായ വനിതയാണ്, പ്രായമുള്ള ഉമ്മയാണ്. ആ ഉമ്മ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനം എനിക്ക് തന്നതുപോലെ ഒരു വല്ലാത്ത സൗകര്യങ്ങളെ തന്നില്ല. ആ പരിശുദ്ധമായ ദീനിൽ ഞാൻ ലയിച്ചപ്പോ എന്തോ ഒരു വല്ലാത്ത സംതൃപ്തിയാണ്, മനസ്സിനെന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഏകനായ അള്ളാഹുവിനെ വിളിക്കുമ്പോ എന്തോ ഒരു വല്ലാത്ത ആനന്ദമാണെന്ന് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹ പറയുമ്പോ ആ നേരത്താണ് അബൂജഹൽ തന്റെ കയ്യിലിരിക്കുന്ന കുന്തം കൊണ്ട് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുത്തുകയാണ്. ആ കുത്തിയിട്ട് പിന്നെ മണലാരണ്യത്തിൽ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവരെ, ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലപാതകത്തിന് അബൂജഹൽ സാക്ഷിയായതാണ്. ബഹുമാനപ്പെട്ട മഹദിയുടെ ശരീരത്തിലെ ഗുഹ്യാവയവത്തിലേക്ക് പോലും തന്റെ കയ്യിലിരിക്കുന്ന ശൂലം കൊണ്ട് അബൂജഹൽ കുത്തിയിറക്കുമ്പോ പോലും പറഞ്ഞ വർത്തമാനം അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായി. പിന്നെ യാസർ റളിയല്ലാഹു അൻഹു വഫാത്തായി. അള്ളാഹു ആ കുടുംബത്തോടൊപ്പം നമ്മുടെ സ്വർഗത്തിൽ ചേർത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ കുടുംബത്തോടൊപ്പം നമ്മുടെ സ്വർഗത്തിൽ ചേർക്കട്ടെ. അള്ളാഹു ആ കുടുംബത്തോട് ചേർന്ന് ഹബീബിനോട് ചേർന്ന് അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഷഹാദത്തിന്റെ വചനങ്ങളിലെ ഒന്നാമത്തെ വചനമായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ് എന്ന ആ പരിശുദ്ധമായ വചനം നമ്മുടെ ദുആകളിൽ റമളാനിലെ 30 ദിവസത്തെയും ദുആഇന്റെ ഒന്നാമത്തെ ദുആയാണ്. ഇനി എന്തിനാണ് അല്ലാഹുവിനെ കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്? എന്തിനാ? എല്ലാം തന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ആയത്തുൽ കുർസിയിൽ 2 കാര്യങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. ഒന്ന്, അല്ലാഹു ഹയ്യുമാണ്. 2, അല്ലാഹു ഖയ്യൂമുമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവല്ലാതെ ആരാധനയില്ല. ഇനി അല്ലാഹു ആരാണ്? അവൻ ഹയ്യുൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കല് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കല് ഇങ്ങനെ രാത്രി നിൽക്കണ സമയത്ത് നക്ഷത്രത്തെ കണ്ടു. ആ ബാബിലോണിയക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകളാണ്. എന്നാൽ ഇബ്രാഹിം നബിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല. അപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രാത്രി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോ നക്ഷത്രത്തെ കണ്ടു. നക്ഷത്രത്തെ കണ്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, فلما جن عليه الليل رأى كوكبا قال هذا ربي രാത്രി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനു മുമ്പ് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നു. അവരൊന്നും അങ്ങനെ അംഗീകരിച്ചിരുന്നില്ല.
അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ആൾക്കൂട്ടം വന്നപ്പോൾ കുറേ ആളുകൾ എന്നുള്ള സമയത്ത് ഇബ്രാഹിം നബി ഇങ്ങനെ പോയിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. നക്ഷത്രത്തെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ റബ്ബ് എന്ന് പറഞ്ഞു. ദാ എന്റെ റബ്ബ് എന്ന് വല്ലാതെ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് മാനത്തേക്ക്. എന്താ പോലെ അലൈഹിസ്സലാം മേലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ നക്ഷത്രമുണ്ട്. ഇബ്രാഹിം നബിക്ക് എന്താ ഭ്രാന്തായോ? ബിംബങ്ങളെ പോലും ആരാധിക്കാത്ത ഇബ്രാഹിം നബി എന്തേ ആകാശങ്ങളിൽ കാണുന്ന നക്ഷത്രത്തെ വിളിച്ചിട്ട് ഹാദാ റബ്ബി, ഇതെന്റെ രക്ഷിതാവാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ നോക്കിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ കുറച്ചേരം നോക്കി എന്നിട്ട് പറഞ്ഞ് ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ഗാഫിലീൻ. ഇങ്ങനെ നോക്കി നിന്നപ്പോ ആ നക്ഷത്രം കുറെ നേരം ഇങ്ങനെ നിന്നിട്ട് പിന്നെ അത് മിന്നിപ്പോയി, കാണാണ്ടായപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ഫലമ്മ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. അസ്തമിച്ചു പോണ സാധനമാണ് ഇതിലെ, അസ്തമിച്ചു പോകുന്ന ഒന്നിനോട് അതിനൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. പിറ്റേ ദിവസം ബഹുമാനപ്പെട്ടവരിങ്ങനെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ചന്ദ്രനെ കണ്ടു. ചന്ദ്രനെ കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്തിനേയും ദൈവമാക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ഈ വർത്താനം പറയുന്നത്. അപ്പൊ ഒരർത്ഥത്തിൽ അവർക്കിട്ടൊരു കൊട്ടാണ്, രണ്ടാമത്തതൊരു ഹിക്മത്തുമാണ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട് പറഞ്ഞു ഹാദാ റബ്ബി, എന്റെ റബ്ബ് ദാ വന്നിക്കണു. ആരെ? നക്ഷത്രത്തെ അല്ല, ചന്ദ്രനെ. പിന്നെ ചന്ദ്രൻ അസ്തമിച്ചു പോയി. ചന്ദ്രൻ അസ്തമിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. മറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അസ്തമിച്ചു പോകുന്ന ഒന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. നേരം വെളുത്തു. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ സൂര്യനെ കണ്ടു. ആളുകൾക്കിടയിൽ ഇങ്ങനെ സൂര്യൻ, വൈകുന്നേര സമയത്ത് ഇങ്ങനെ സൂര്യനെ കണ്ടു. സൂര്യനെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഫലമ്മാ റഅശംസു ബാസിഅൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ. ഒരു വാക്കും കൂടെ ചേർത്ത് പറഞ്ഞു. അപ്പം വലിയ ആളാട്ടോ, നക്ഷത്രത്തെ പോലെ ചെറുതൊന്നല്ല, ആകാശങ്ങളിലെ ചന്ദ്രനെ പോലെ അത്രയുമല്ല, അതിനേക്കാൾ ഹാദാ അക്ബർ, ഇത് കുറച്ചുകൂടി വലിയ റബ്ബാണല്ലോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. എന്നിട്ട് അത് അസ്തമിച്ചപ്പോൾ പറഞ്ഞു ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. അസ്തമിച്ചു പോകുന്ന ഒന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടൊന്നൊരു ഗുണമില്ലല്ലോ മനുഷ്യന്. ഗുണമില്ലാന്നല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മനുഷ്യന്റെ എല്ലാ അമലുകളും മാസം നിർണയിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നിസ്കാരമനുബന്ധ കാര്യങ്ങൾ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ന് ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളുടെയും അകക്കാമ്പ് സൂര്യനാണ്. ഇസ്ലാമല്ലാത്ത എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സൂര്യാരാധനയാണ്. എല്ലാ മതവും, ക്രിസ്തു മതം പോലും സൂര്യാരാധനയാണ്. പക്ഷെ അംഗീകരിക്കില്ല എന്ന് മാത്രം. ഒരു ഓപ്പണായ സ്ഥലം ആയതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, സൗണ്ട് എന്തായാലും പുറത്തു പോകും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ മൂന്നാണ്. ഖുർആൻ മൂന്നെണ്ണത്തെ വെട്ടി പറഞ്ഞു. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മൂന്നെണ്ണത്തെ തൗഹീദിന്റെ സൂറത്തിൽ അല്ലാഹു അങ്ങോട്ട് വെട്ടുകയും ചെയ്തു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൊതുവായ ധാരണ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളതിനെ ആരാധിക്കുക,
അല്ലെങ്കിൽ ഉപദ്രവമുള്ളതിനെ ആരാധിക്കുക. ഈ രണ്ട് ശൈലിയാണ് സത്യത്തിൽ ആരാധനകളുടെ കാതൽ. ഒന്നുകിൽ ഉപകാരമുള്ളതിനെ ആരാധിക്കുക, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ ആരാധിക്കുക. ഉപദ്രവം ഉണ്ടാക്കുന്നതിനെ ആരാധിച്ച് തൃപ്തിപ്പെടുത്തിയാൽ പിന്നെന്തുണ്ടാവില്ല? ഉപദ്രവം ഉണ്ടാവില്ല. ഈ സർപ്പക്കാവിലൊക്കെ എന്ത് ചെയ്യും? ആരാധിക്കൂലേ? അതിനൊക്കെ രഹസ്യതാണ്. സർപ്പക്കാവിൽ ആരാധിക്കുന്നതിനൊക്കെ രഹസ്യമാണ്. ആ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനെന്ത് ചെയ്യും? തടയുന്നു. അപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന അല്ലാഹു ആരാ? അവൻ ഹയ്യുൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവാണ്. കഴിഞ്ഞില്ല, അവൻ ഖയ്യൂം, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാൾ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ പ്രപഞ്ചത്തിലെ സൂര്യന്റെ ചലനത്തെ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയും. ഭൂമിയുടെ കറക്കത്തെ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയും. ഭൂമിയുടെ കറക്കത്തെ ഒരു മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ മാസത്തെയും ദിവസത്തെയും മാസത്തെയും വർഷത്തെയും ഒക്കെ മനുഷ്യന് ചുരുക്കാൻ കഴിയുമായിരുന്നല്ലോ. പക്ഷേ ദുനിയാവ് ആരംഭിച്ചത് മുതൽ ഇന്നേ വരെ 24 മണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂറാണ്. കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. എന്നാൽ സമയത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അത് ഓരോ കാലഘട്ടങ്ങളിൽ ഈ കാലത്തേക്ക് വരുമ്പോൾ പിന്നെയും കുറഞ്ഞു, ഇനിയുള്ള തലമുറയിൽ പിന്നെയും കുറയും. ബറക്കത്ത് നഷ്ടപ്പെടും. പക്ഷേ 24 മണിക്കൂർ അത് സെറ്റാണ്. അത് പ്രപഞ്ചമുണ്ടാക്കിയത് മുതൽ ഇന്നേ വരെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അല്ലാഹു ആരാണ്? അവൻ ഹയ്യുൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാഹുവിനെ അല്ലാതെ പിന്നെ ആരാധിക്കാൻ കഴിയും? എന്തേ? അവനാണ് നമുക്ക് ജന്മം നൽകിയത്. രണ്ടാമത്തത് അല്ലാഹു ഖയ്യൂം, അല്ലാഹു എല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. അപ്പോ അല്ലാഹു ആരാ? അവൻ ഖയ്യൂം, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരാളാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈലത സർമദാ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹുവല്ലാതെ ആരാധിക്കുന്ന, അല്ലാഹുവിനെയല്ലാതെ മറ്റൊരു വസ്തുക്കളെ, സൂര്യനെ ആരാധിക്കപ്പെടുന്ന, അങ്ങനെയുള്ളതിനെ ആരാധിക്കപ്പെടുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ചോദ്യമാണ്. ഖുൽ അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കും ലൈലത സർമദാ,
ഒരു രാത്രി നിങ്ങൾക്ക് പൂർണ്ണമായി രാത്രിയെ നിങ്ങളുടെ മേൽ സ്ഥിരമാക്കപ്പെടുന്ന ഒരു സന്ദർഭത്തെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ പൂർണ്ണമായും രാത്രിയാണ്. പകലുദിക്കാതെ സൂര്യനുദിക്കാതെ എല്ലാ സമയവും രാത്രിയാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മനുഷ്യ നിനക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എന്നാൽ അങ്ങനത്തെ ഒരു കാലമുണ്ട്. ദജ്ജാൽ വരുന്ന ഒരു കാലഘട്ടങ്ങളിൽ 40 ദിവസം കൂരാകൂരി ഇരുട്ടു മാത്രമാകും, സൂര്യൻ ഉദിക്കില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങനെയാണെങ്കിൽ രാത്രി ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട അസ്ഹാബിൻ നബിയിൽ മുസ്തഫ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സമയം കണക്കാക്കിയിട്ട് നിസ്കരിക്കണം. ഏകദേശം ഒരു സമയമൊക്കെ കണക്കാക്കിയിട്ട് നിസ്കരിക്കാം. ഇപ്പൊ സൂര്യ ഉദിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാവും? സമയം അറിയാനുള്ള വഴിയുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ അങ്ങനെ കണക്കാക്കിയിട്ട് നിസ്കരിക്കണം. അങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. അങ്ങനത്തെ ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുകയാണ്. തൊട്ടടുത്ത ആയത്തിലടുത്തത് വീണ്ടും ഇതേപോലെ മറ്റൊരു ചോദ്യം. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈകുമുൻ നഹാറ സർമദാ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ പകലിനെ മാത്രം നിങ്ങളുടെ മേൽ സ്ഥിരമാക്കപ്പെടുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ആരാണ് രാത്രിയെയും പകലിനെയും കൃത്യമായി കൊണ്ടുവരുന്നത്? അല്ലാഹ്. അവനേകനായ ഇലാഹാണ്, അവനേകനായ ഇലാഹാണ്. അള്ളാഹുവിന്റെ അഡ്രസ് ഏത് എന്നറിയുമോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുശ്രിക്കീങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ലാത്ത, ഉദ്ദ, മദാത്ത ഇതൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളാണ്, ഇതൊക്കെ ഇന്ന നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്, ഇവർക്കൊക്കെ ഐഡന്റിറ്റി ഉണ്ട്, അഡ്രസ് ഉണ്ട്. ഗ്രീക്കിൽ നിന്ന് വന്ന ദൈവങ്ങളുണ്ട്. ലാത്ത, ഉസ്സ, മനാത്ത അടക്കമുള്ള ദൈവങ്ങൾ ഗ്രീക്കിൽ നിന്ന് വന്ന ദൈവങ്ങളാണ് കൂടുതൽ. അങ്ങനെ ഞങ്ങളുടെ ദൈവങ്ങൾക്കൊക്കെ അഡ്രസ് ഉണ്ടല്ലോ, ഐഡന്റിറ്റി ഉണ്ടല്ലോ, തറവാടുണ്ടല്ലോ. ഏതാണ് മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അള്ളാഹുവിന്റെ അഡ്രസ് എന്ന് ചോദിച്ചു മുഹമ്മദ് റസൂലുള്ളാഹിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ റസൂലുള്ളാഹി പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത് അല്ലാഹുവിന്റെ അഡ്രസ് ആണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ അഡ്രസ് ആണ് സൂറത്തു തൗഹീദ്. അതുകൊണ്ടാണ് സൂറത്തു തൗഹീദ് 3 തവണ ഓതിയാൽ ഖുർആൻ ഒരു ഖത്തം തീർത്ത പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഖത്തം തീർത്ത കൂലി കിട്ടും, ഖത്തമാവൂല. ഖത്തം തീർത്ത കൂലി കിട്ടും, പക്ഷെ എന്താവൂല? ഖത്തമാവൂല. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് ബഹുമാനപ്പെട്ട ഇഖ്ലാസാണ്. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഒരു കൂട്ടം സ്വഹാബികൾ എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിർത്തിത്തന്ന ഇമാമ് എല്ലാ നിസ്കാരങ്ങളിലും ഇഖ്ലാസ് സൂറത്ത് ഓതുന്നുവെന്ന പരാതിയോടെ. അപ്പൊ ഈ പരാതി ഇപ്പൊ തുടങ്ങിയതല്ല, പരാതി മുമ്പുണ്ട്. റസൂലുള്ളാഹിയുടെ പരാതിയിട്ടൊന്നും അയാൾ എല്ലാ നിസ്കാരത്തിലും ഏതോതും, ഉറക്കോതന്റെ സൂറത്തുകളിലൊക്കെ ഏതോതും ഇഖ്ലാസ്. അപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലേ, ഇപ്പോ ഞാൻ ദർസി പഠിക്കുന്ന ഉസ്താദിനെ കുറിച്ച് ഒരു പരാതി ഉണ്ടാക്കി. ഉസ്താദ് എപ്പോഴും വല്ലുഹയുടെ കീഴ്പ്പെട്ടൊക്കെ എപ്പോഴും ഊതുള്ളൂ എന്നൊരു പരാതി. ആ പരാതി വന്ന പുസ്തകം പറഞ്ഞു, കുട്ടികളെ നിങ്ങളെവിടെ പോയാലും വല്ലുഹയുടെ കീഴ്പ്പെട്ടൊക്കെ ഓതാൻ പാടുള്ളൂ. എന്തേ? പ്രത്യേകിച്ച് എവിടെ?
ഞാനിവിടെ വെള്ളിയാഴ്ച ഖുത്ബക്ക് ആദ്യത്തെ 2 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ സെക്രട്ടറിൻ്റെ അടുത്ത് വന്നു. സെക്രട്ടറി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഖുത്ബ കുറച്ചുകൂടി അങ്ങോട്ട് നീട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ടൗണിൽ ജോലി ചെയ്തിട്ടുണ്ട്. ടൗണിൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം ഖുത്ബ നിസ്കാരം നിർക്കേണ്ടി വരും. എന്തുകൊണ്ട്? അവിടെ യാത്രക്കാരാണ്. അപ്പൊ ആ ടൗണിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ഖുത്ബ ചെറുതാക്കിയത്. നമ്മൾ സാധാരണ നെബാത്തി നോക്കിയിട്ട് ഓതുന്നതിന് പകരം ഖുത്ബ ചെറുതാക്കി ശീലിച്ചത് അങ്ങനെയാണ്. അതെന്തേ, അങ്ങാടിയിലാവുമ്പോൾ പ്രത്യേകിച്ച് കൊറോണ കാലം മുതലാണ് ഞാൻ തുടങ്ങിയത്. കൊറോണയുടെ സമയത്തൊക്കെ ഏകദേശം 12 മിനിറ്റ് കൊണ്ടൊക്കെ തീരും. 12 മിനിറ്റ്, ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഖുത്ബ ഫുള്ള്. 10 മിനിറ്റ് ഒന്നും വേണ്ട, 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നിസ്കാരം തീർത്തിരുന്നില്ലേ. 6-7 മിനിറ്റ് കൊണ്ട് ഖുത്ബ തീരും, ഫർള് മാത്രം എടുത്തിട്ട്. പിന്നെ നമ്മൾ കൊറോണ കഴിഞ്ഞപ്പോൾ അതിന് മെല്ലെ മെല്ലെ കൂട്ടിയെടുത്തതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നെ കണ്ട് ഒന്നും കൂടിയും അതിനും കണ്ട് നീട്ടാൻ നമുക്ക് സമയമെടുക്കും, കുറച്ചും കൂടി നീട്ടാൻ സമയമെടുക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ലുഹയുടെ കീഴ്പ്പെട്ട് കോതാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ മഅ്മൂമീങ്ങളെ പരിഗണിക്കണം എന്നതുകൊണ്ടാണ്. ഒരാൾ വലിയ സൂറത്ത് ഓതാൻ പറഞ്ഞു, ഒരാൾ പറഞ്ഞു നമുക്ക് അത് ഇൻഷാ അല്ലാഹ് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ മൂപ്പരോട് അത് പറ്റൂല, അത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. എന്നാൽ കൂടുതൽ ജനങ്ങളെ എന്ത് ചെയ്യാം, പരിഗണിക്കുകയും ചെയ്യാം. എന്നാൽ ഇടക്കും തലക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇടക്കും തലക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഓതാനും പറ്റും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തന്റെ ഇമാമിനെ കുറിച്ചുള്ള പരാതിയുമായി സ്വഹാബത്ത് വന്നു റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇമാമാകുന്ന സ്വഹാബിയെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ എല്ലാ നിസ്കാരങ്ങളിലും നിങ്ങൾ ഓതുന്ന സമയത്ത് ഇഖ്ലാസിനെ ഓതുന്നത് എന്താ? ഇഖ്ലാസ് മാത്രമല്ല ഓതിയിരുന്നത്, ഒരു സൂറത്ത് ഓതിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യും, ഖുൽ ഹുവല്ലാഹു ഓതും. അങ്ങനെയാണ്, ഒരു സൂറത്ത് ഓതിയിട്ട് പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതും. അപ്പൊ പറഞ്ഞു, ഏതെങ്കിലും ഒന്നോതിയ പോലെ. അപ്പൊ നബിയെ, എനിക്ക് ആ സൂറത്തിനോട് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തനബിയോട് പറയാൻ, നബിയെ എനിക്ക് ഇഖ്ലാസ് സൂറത്ത് ഇതിന്റെ ഇഷ്ടം. അപ്പൊ റസൂലുള്ളാഹ് പിന്നെ തിരുത്തിര. പിന്നെ വന്ന ആൾക്കാരോട് പറഞ്ഞത്, മൂപ്പരെ തിരുത്തുന്നത് തോന്നുന്നില്ല, ഒന്നുകിൽ നിങ്ങൾക്ക് ഇമാമിനെ മാറ്റാം, അതിലാണ് മൂപ്പര വിഷയത്തില്. അപ്പൊ പിന്നെ ആൾക്കാർക്ക് പ്രശ്നമല്ല, കാരണം പിടികിട്ടിയല്ലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം അങ്ങനെ പരിഹരിച്ചുകൂടാണ്. അപ്പോ അള്ളാഹുവിന്റെ അഡ്രസ്, അള്ളാഹുവിന്റെ ഐഡന്റിറ്റിയാണ് ബഹുമാനപ്പെട്ട ഇഖ്ലാസ്. അള്ളാഹു ആ പരിശുദ്ധ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകൾ ഏത് മജ്ലിസിലും ഫാത്തിഹ ഓതും, ഇഖ്ലാസും ഓതും, ഇഖ്ലാസും മുഅബ്ബദത്തൈനിയും ഓതും. എന്തേ? ആ പ്രതിഫലം ഇതിനെ വെറുതെ കളയുന്നു. ചില ആളുകൾ അൽ ഫാത്തിഹ എന്ന് വിളിച്ചപ്പോൾ തന്നെ അവർക്ക് അപ്പോഴാ തിരക്ക് വരിക. അങ്ങനത്തെ ആളുകളുണ്ട്. അതിനൊരു കാരണമുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു ഗൗരവമുള്ള കാരണം, എണീറ്റ് പോകാനൊരു കാരണമുണ്ട്. അള്ളാഹു നമ്മളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ ഉറപ്പിച്ചു നിർത്തട്ടെ. നമ്മുടെ തലമുറകൾക്ക് ഈ മാർഗത്തിൽ നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അള്ളാഹു ആരാ? അള്ളാഹു ഹയ്യുൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. മരണമാർക്കേ ഉള്ളൂ, അവന്റെ സൃഷ്ടികൾക്കേ ഉള്ളൂ. ഖയ്യൂം, അവൻ എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. പിന്നെ അള്ളാഹു ആരാ? അള്ളാഹു അല്ലേ റിസ്ഖിനെ തരുന്നത്? ആരങ്ങൾക്കുള്ള ഭക്ഷണം തരുന്നത്? അള്ളാഹു അല്ലാതെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർളി ലാ ഇലാഹ ഇല്ലാഹു. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്തേ നിഅമത്ത്? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാണ് നിങ്ങളുടെ രക്ഷിതാവെന്നൊന്ന് പറയുമോ? ആരാണ് നിങ്ങളെ പടച്ചതെന്നൊന്ന് പറയുമോ? അല്ലാഹു ആരാണ്? യർസുഖുകും മിനസ് സമാഇ വൽ അർള്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തരുന്നതവനല്ലയോ?
ആകാശഭൂമികളിൽ നിന്ന് ഭക്ഷണം ഒരുക്കി തരുന്നത് അവനല്ലയോ? ഈ ഭൂമിയിൽ ഒരു വിത്തിട്ടാൽ അത് മുളക്കുന്നത് എന്തുകൊണ്ടാ? ആകാശങ്ങളിൽ നിന്ന് പെയ്യുന്ന മഴ കാരണമാണ്. ആരാണ് മണ്ണിന് ഫലഭൂയിഷ്ഠിതമുള്ള മണ്ണായി ആ മണ്ണിനെ മാറ്റാനുള്ള കാരണം എന്താ? ആകാശങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ കാരണമാണ്. അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ കാരണല്ലേ നിനക്ക് ഈ നിയമത്തൊക്കെ ഉണ്ടായത്. ആകാശങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ഖിനെ തന്നത് അള്ളാഹുവല്ലാതെ മറ്റാരാണ് എന്ന് ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ റിസ്ഖിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും വലിയ മര്യാദ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അങ്ങനെ കൊടുക്കണം. പണ്ടത്തെ ഉമ്മാര് ചെയ്തിരുന്നു, ഭക്ഷണം ഇങ്ങനെ കൊടുത്തിട്ട് അവസാനം കുട്ടി വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറഞ്ഞാൽ ഉമ്മ ഒരു പിടിയും കൂടി എടുത്തിട്ട് എന്ത് പറയും? മോനെ ബിസ്മി ചെല്ലിട്ടോ പറയും. ബിസ്മി ഇപ്പൊ ലാസ്റ്റാണോ ചെല്ലുക? ബിസ്മി എപ്പോഴാ ചെല്ലുക? അപ്പൊ ഉമ്മാർക്ക് തെറ്റിയതാണ്. സത്യത്തിൽ ഉമ്മാടെ ആവശ്യം ബിസ്മി അല്ലിക്കലൊന്നല്ല. ഉമ്മാടെ ആവശ്യം എന്താ? ആ ഒരു പിടികൂടെ കൊടുക്കുക എന്നുള്ളതാണ്. മറിച്ച് അതൊരു സുന്നത്തായി കിട്ടണമെങ്കിൽ ഇന്നത്തെ ഉമ്മാർക്ക് പരിശ്രമിച്ചാൽ കിട്ടും. കൊടുക്കുമ്പോ എന്ത് കൊടുക്കുക? കൊടുക്കുമ്പോ എന്ത് പറയാ? ബിസ്മി പറയാ. ഈ കുട്ടികളെ തർബിയത്ത് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? എന്തൊന്നും കുട്ടികൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ ചെയ്തു കൊടുത്താൽ മതി. ഇങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ ചെയ്തു കൊടുത്താൽ മതി. ഇപ്പോ ഒരു 2 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് നമ്മൾ വെള്ളം കൊടുക്കണം. നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ആ കുട്ടിയോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലാൻ വേണ്ടി പറയേണ്ട ആവശ്യം ഇല്ല. മറിച്ച് ഉപ്പ എനിക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ ഉമ്മ എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് കുട്ടി ഇങ്ങോട്ട് വന്നാൽ എന്ത് പഠിപ്പിക്കണം? ബിസ്മി പഠിപ്പിക്കണം. കാരണം ഇപ്പോൾ ആവശ്യക്കാരനാരാ? ഇപ്പോൾ ആവശ്യക്കാരനാരാ? കുട്ടിയാണ്. കുട്ടി ആവശ്യക്കാരനായിട്ട് വന്നപ്പോ ഇനി കുട്ടി നമുക്ക് വേണ്ടി എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും. വെള്ളം നമ്മൾ എടുത്തു, ഇരിക്കും മോനെ, മോൻ ഇരുന്നു, കുടിക്ക്. അപ്പൊ അവൻ ഇടത്തെ കയ്യിൽ പിടിച്ചു, വലത്തെ കയ്യിൽ പിടിക്ക്. ഇതൊക്കെ കുട്ടി ചെയ്യും. കുട്ടിക്ക് എന്തുണ്ട്? ദാഹമുണ്ട്. ഉപ്പയിൽ നിന്നല്ലാതെ ഉമ്മയിൽ നിന്നല്ലാതെ ഒരു പ്രതീക്ഷയില്ല. അപ്പൊ വലത്തെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞ കുട്ടി വലത്തെ കയ്യിൽ പിടിക്കും. മുമ്പ് ഉപ്പച്ചി പറഞ്ഞ പോലെ പറയട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ചിലപ്പോ റഹ്മാനിർ റഹീം എന്നൊക്കെ പറയും. പക്ഷെ ഒന്നും പ്രശ്നമല്ല. പക്ഷെ എന്ത് പറഞ്ഞു കുട്ടി? ആ ബാക്കിനെ ബഹുമാനിച്ചു. ഇനി കുടിച്ചോ മോനെ, കുടിച്ചോ. അവനോട് ഇനി 3 അർക്ക് 5 അർക്ക് 10 അർക്ക് ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല. അവന് ഇനി താൻ തീരോളം കുടിച്ചോട്ടെ. പക്ഷെ എപ്പോ പഠിപ്പിക്കണം? ആ കുട്ടിയുടെ ആവശ്യമാകുന്ന സമയത്ത്. അങ്ങനെയാണ് കുട്ടികളെ തർബീയത്ത്. അപ്പോ പറഞ്ഞു വന്നെന്താ വെച്ച് കഴിഞ്ഞാല്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ബിസ്മി മറക്കാൻ പാടില്ല. എന്നതുപോലെ ഒരു മനുഷ്യന് പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയൊരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറയാം. ഏതൊരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു തവണ ആയത്തുൽ കുർസി ഓതിയിട്ട് ആ ഭക്ഷണത്തിൽ കൂതിയിട്ട് കഴിക്കാം. നമ്മൾ ഇബ്താലിയ എന്ന് പറയില്ലേ, സിഹറൊക്കെ ഉണ്ടെങ്കിൽ ബാത്തിലാക്കി കളയാന്ന് നമ്മൾ പറയില്ലേ, ആ ബാത്തിലാക്കി കളയണതിന്റെ 1 രൂപയാണ് ഇത്. ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അത് യാതൊരു ചികിത്സ എന്നിട്ട് എൻ്റെ അടുത്ത് വരണ്ട, ഞാൻ ചെയ്യൂല. അങ്ങനെ ഉണ്ടല്ലോ. ഇന്നലെ ഇപ്പൊ നമ്മള് സിഹർ ബാധിക്കാത്ത വിഷയങ്ങളെ പറഞ്ഞു. അപ്പൊ ഇനി അത് കേട്ടിട്ട് ഇനി ഉസ്താദിന് അസ്മാ ഉണ്ട്, പക്ഷെ ചെയ്തു കൊടുക്കൂല. നിങ്ങൾ ആര് വന്നാലും ഞാൻ ഉസ്താദിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കോളൂ. അപ്പോ നമ്മുടെ ശരീരത്തിൽ പിശാചിന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെല്ലുന്ന സ്വാലിഹായ ചികിത്സാരിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പണി കുറയും. അയാൾക്ക് പണി കുറയും. കാരണം അയാൾ ചെയ്യുന്ന അമൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഏൽക്കും. പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? നമ്മൾ മൂപ്പരെ നിർത്താൻ പരിശ്രമിക്കണില്ല. അത് ബിസ്മി കൊണ്ട് മാത്രം നിൽക്കൂല.
ശൈത്താൻ ഭയങ്കര സാധനമാണ്. ശൈത്താൻ പതുക്കെ കയറുള്ളൂ, പതുക്കെ മൂപ്പര് പോവുള്ളൂ. 10 ദിവസത്തെ ലീവിന് വന്നിട്ട് ഉസ്താദേക്ക് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ പരിഹരിച്ചു തരണം എന്നുണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. 10 ദിവസം കൊണ്ട് ഒരു ശൈത്താനും ഇറങ്ങി പോവില്ല. പിന്നെ 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂപ്പരൊന്ന് പിടിച്ച് കെട്ടാൻ പറ്റും. പിന്നെ മൂപ്പര കെട്ടയച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും? മൂപ്പര് വരും ചെയ്യും. നല്ലോണം പണിയെടുക്കണം ശൈത്താൻ മേത്ത് കയറിയ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇത് ശൈത്താന്റെ കാലാണ്, ശൈത്താന്റെ കാലം. അവസാന നാള് ദജ്ജാലിന്റെ കാലം. ഏറ്റവും വലിയ സാഹിർ ദജ്ജാലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലം, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലം. അപ്പൊ എന്ത് ചെയ്യാ? ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരായത്തുൽ കുർസി ഓതിയിട്ട് അതിൽ ഊതുക. എന്നിട്ടല്ലാതെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ തങ്ങളുണ്ടല്ലോ, നമ്മുടെ മെതുട്ടിക്കട ഭാഗത്തുള്ള പള്ളിയിലുള്ള തങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യണം? ആയത്തിൽ കുർസി ഓതിട്ട് ഊതുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ തങ്ങളെ? അപ്പൊ ആയത്തിൽ കുർസി ഓതിയത്. എന്നിട്ട് തങ്ങൾ പറയണേ, ഉസ്താദേ അത് ചെയ്തത് മുതല് ഭയങ്കരമായിട്ടൊരു മാറ്റം ശരീരത്തിൽ. ക്ഷീണം ശരീരം അനുഭവിക്കണില്ല, ക്ഷീണല്ല. ഇപ്പൊ ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു ക്ഷീണം അതില്ല, ഭക്ഷണം കഴിച്ചിട്ടൊരു ക്ഷീണം അതില്ല. എന്തേ കാരണം? ശരീരത്തിൽ മറ്റാൾക്ക് നിൽക്കാൻ പറ്റൂല. ഇനി വിശ്വസിച്ച് ആയത്തുൽ കുർസി ഓതാതെ വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, ഇളനീര്. ഇളനീര് അത് വിശ്വസിച്ച് കുടിക്കാം. ഇളനീര് വിശ്വസിച്ച് കുടിക്കാം. ബാക്കി എന്തു ഭക്ഷണമാണെങ്കിലും കുടിക്കണതിന് മുമ്പ് എന്ത് ചെയ്യാ? പതുക്കെ ഒരായത്ത് കുറിച്ച് ഓതുക. ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. ഏത് ഭക്ഷണം വന്നാലും അത് കുറിച്ച് ഓതുക. കൈവശം എങ്ങനെ ഉണ്ടാവുക? ഭക്ഷണത്തിലാണ്. ഞാൻ കൈവശം ചെയ്യുന്നു എന്ന നെയ്യത്തൊന്നും വേണ്ട. കൈവശം ഉണ്ടാവാൻ നെയ്യത്തൊന്നും വെക്കണ്ട. മനസ്സറിഞ്ഞ പോലും കൈവശം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ ഭാര്യയുടെ വീട്ടിൽ നിൽക്കാനല്ലേ ഭർത്താവിന് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക? എന്തേ കാരണം? ഒരർത്ഥത്തിൽ അതൊരു കൈവശമാണ്. എന്ത് കൈവശം? സ്നേഹത്തിലുള്ള ഭക്ഷണ രീതിയാണ്. അപ്പൊ കൈവശം നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഭാര്യക്ക് ഭർത്താവിന് കൈവശം കൊടുക്കാം, ഹലാലായ കൈവശം കൊടുക്കാം. എങ്ങനെ? നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. നല്ലതും വേണമെന്നില്ല. ഭർത്താവിനെ ചിന്തിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അതാണ് കൈവശം. ചിന്ത കൈവശം, ചിന്തയിൽ കൈവശം വരും. ചിന്തയിൽ വരിക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്. ഇപ്പൊ ഈ കൈവശം ശൈത്താൻ എന്നൊക്കെ പറഞ്ഞ എനർജിയാണ്. ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അതാണ്. നമ്മൾ ശൈത്താൻ ഉണ്ടെങ്കിൽ ഖുർആനല്ലേ നമ്മൾ ഓതുക? ഖുർആൻ പോസിറ്റീവ് എനർജിയാണ്, നൂറാണ്. ഖുർആൻ നൂറാണ്. ഖുർആന്റെ പേര് തന്നെ ഒരർത്ഥത്തിൽ എന്താണ്? നൂറെന്നാണ്. റസൂലുള്ളാഹിയുടെ പേര് നൂറാണ്, അള്ളാഹുവിന്റെ പേര് നൂറാണ്. ആ നൂറ് ഈ നെഗറ്റീവ് എനർജിയാകുന്ന പിശാചിലേക്ക് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരുമ്പോ നെഗറ്റീവ് എനർജിക്ക് നിൽക്കാൻ പറ്റൂല. അവിടെ എന്ത് വരും? പോസിറ്റീവ് എനർജി വരും. ഇതന്നെയാണ് കൈവശം. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ വല്ലാത്തൊരു ടേസ്റ്റ് തോന്നും ആദ്യകാലങ്ങളിൽ. പിന്നീടത് മാറും. ആദ്യകാലങ്ങളിൽ അത് തോന്നും. എന്തേ കാരണം? അമ്മായിയമ്മ മരുമകന് മനസ്സിൽ ചിന്തിച്ച് ഭക്ഷണമുണ്ടാക്കി എന്നതുകൊണ്ടാണ് അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റായി അനുഭവപ്പെടുന്നത്. ഇതാണ് കാരണം. അജിനാമോട്ടോ ചേർത്ത കഥ അല്ല പറഞ്ഞത് കേട്ടോ, അതല്ല പറഞ്ഞത്. അത് കൈവശല്ല, അത് വിഷാണ്, പക്കാ വിഷാണ്.
അപ്പൊ ഭാര്യക്ക് ഭർത്താവിൽ നിന്നുള്ള സ്നേഹം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഭർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക. അത് ഏത് ഭക്ഷണത്തിൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാ? അയാൾ ആഗ്രഹിച്ചുണ്ടാക്കുമ്പോഴാ. ഒരു ദിവസത്തെ ചെലവ് വന്നാൽ, ഇവിടെ അതിനിപ്പോ ചെലവ് കൂടുതലും വരാറില്ല, കൂടുതലും ഷമീർ ഉസ്താദിന്റെ വീട്ടിൽ നിന്നാണ്. ഉസ്താദിനെ ഏൽപ്പിക്കല്ലേ കൂടുതൽ ചെയ്യാം. ഒരു ഭക്ഷണം ചെലവ് വന്നാൽ ആ ഭക്ഷണം ഞാൻ കഴിച്ച് എനിക്കത് ഇഷ്ടമായാൽ ഞാൻ ചോദിക്കും ഇത് ഏത് വീട്ടിൽ നിന്നാണ്. ഇഷ്ടമായില്ലെങ്കിൽ ചോദിക്കൂല. ഇഷ്ടമായാൽ ഞാൻ ചോദിക്കും ഇത് ഏത് വീട്ടിൽ നിന്നാണ്. അപ്പൊ ഞാൻ ജോലി ചെയ്ത സ്ഥലത്തൊക്കെ അവിടുത്തെ ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകളൊക്കെ പറയും ഉസ്താദേ അത് ഇന്നാളെ വീട്ടിൽ നിന്നാണ്. മൂപ്പര് അൽഹംദുലില്ലാ നല്ല ഫുഡാണ് മൂപ്പര് വീട്ടിൽ നിന്ന്. അത് ഉറപ്പാണ്. ആ ഉത്തരക്ക് കേൾക്കും. എന്തുകൊണ്ട്? ആ ഭക്ഷണം ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് നല്ല റാഹത്തുണ്ടായി. ചില ഭക്ഷണം കഴിച്ചാൽ എന്തായാലും കഴിച്ചു. ഇപ്പൊ നെയ്യത്ത് വെക്കാൻ പറ്റൂലല്ലോ. അല്ലെ പിന്നെ ളുഹ്ർക്ക് മുമ്പ് നെയ്യത്ത് വെച്ചാൽ സുന്നത്ത് കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ആ ഭക്ഷണം നമ്മളെ ഉദ്ദേശിച്ചുണ്ടാക്കിയതല്ലാന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളെ മോശപ്പെടുത്താൻ ആ ഉസ്താദിനല്ലേ അങ്ങനെ വിചാരിച്ചിട്ടെന്നല്ല. പക്ഷെ അത് ഉസ്താദിനുള്ളതാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാക്കിയത് ആവൂല. അതൊക്കെ പെട്ടെന്ന് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാവേണ്ടത് വെച്ച് കഴിഞ്ഞാല് ചോറ് ചില സമയങ്ങളിൽ ചോറ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് മുഴുവൻ ചോറിട്ടിട്ട് അതിന്റെ മേലെ ഈ തട്ടുപാത്രം അമർത്തി വെക്കും. എന്നിട്ട് കൊടുന്നു വന്നാൽ അത് തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഉസ്താദിനെ ഉദ്ദേശിച്ചുണ്ടാക്കിയ ഭക്ഷണം അല്ല. ചോറ് അമർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അതിലെ വെള്ളം അതിലിങ്ങനെ നിൽക്കൂലേ? പിന്നെ അത് നമ്മള് പാത്രത്തിൽ എടുത്തിട്ട് കഴിക്കുമ്പോ തന്നെ ഒരു രസം ഉണ്ടാവൂല. നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയ നിങ്ങൾക്ക് തട്ടുപാത്രത്തിൽ ഭക്ഷണം കിട്ടിയിട്ടില്ലല്ലോ അല്ലെ? നമ്മൾ സ്കൂളിൽ പോണ കാലത്തും അങ്ങനെ തന്നെയല്ലേ? ഉമ്മാരെന്താ ചെയ്യുന്ന അടച്ചിട്ട് തരും. എന്നാലത് പാത്രം നിറക്കാതെ ചോറ് ഇങ്ങനെ ഇട്ടിട്ട് മൂടിയതാണെങ്കിലോ അത് കാണുമ്പോൾ തന്നെ റാഹത്തുണ്ടാവും. അപ്പൊ നോട്ടത്തിൽ നമുക്ക് പിടുത്തം കിട്ടും, കഴിക്കുമ്പോ എന്തായാലും പിടുത്തം കിട്ടും. അപ്പോ ഭർത്താവിന്റെ സ്നേഹം ഭാര്യക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാ? ഭർത്താവിന് ഇനിയിപ്പോ വീട്ടിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവോ? ഇന്ന് വിരുന്നേര് വരുന്നുണ്ട് വീട്ടിൽ. അല്ല, ഇന്ന് ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഭർത്താവിന്റെ ജന്മദിനാണ്. അപ്പൊ ഒരു നല്ലൊരു ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ തീരുമാനിച്ചു. ചോറൊക്കെ ഉണ്ടാക്കണ കൂട്ടത്തിൽ നല്ല ഈ എന്താ പറയാ ഈ ചിക്കൻ റോളോ അല്ലെങ്കിൽ എന്താ പറയാ കട്ട്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കുന്ന എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. എന്തേ? എപ്പോഴാ സ്പെഷ്യൽ ഉണ്ടാക്കിയ പെണ്ണുങ്ങള്? അവർക്ക് തോന്നുമ്പോ. അതല്ല ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരം. എപ്പോഴാ സ്പെഷ്യൽ ഉണ്ടാക്കുക? നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നത് സ്പെഷ്യൽ അല്ലല്ലോ, അവരുണ്ടാക്കുന്നതല്ലേ സ്പെഷ്യൽ. അവർക്ക് തോന്നുമ്പോഴാണ് അവരെന്തുണ്ടാക്കുക? സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടും. എന്തുകൊണ്ട്? ഈ ഭക്ഷണം ആദ്യം കഴിക്കുന്നത് ആരായിരിക്കും? അല്ലെങ്കിലും ടെസ്റ്റർ നമ്മളാണല്ലോ. നിങ്ങൾ തിന്നോക്ക് എന്നല്ലേ നമ്മളോട് പറയാ. നിങ്ങൾ തിന്നല്ല പറയാ. എന്താ പറയാ? നിങ്ങൾ തിന്നോക്ക് എന്ന് പറയാ. അപ്പോ എന്തേ? ആ ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതൊരു ഉണ്ടല്ലോ. എന്തേ? അത് സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ്. സ്പെഷ്യലാക്കിയത് ഉണ്ടാക്കിയതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. എന്തുകൊണ്ട്? സ്പെഷ്യലായി ഉണ്ടാക്കുന്നത് ആ സമയത്ത് ചിന്ത സ്പെഷ്യലായി ഉണ്ടാക്കിയത് ആദ്യം, അല്ലെങ്കിൽ സ്പെഷ്യലാക്കി ഉണ്ടാക്കിയത് ഇന്ന ആളുകൾ കഴിക്കാനാണ് എന്ന ചിന്തയിലാണെങ്കിൽ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഭർത്താക്കന്മാർക്ക് നല്ല നല്ല ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഏതൊരു ഭക്ഷണമാണെങ്കിലും ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കാം. കുടുംബക്കാർ വിരുന്ന് വരികയാണെങ്കിൽ വിരുന്നുകാരെ മനസ്സിൽ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക? ഭക്ഷണം ഉണ്ടാക്കുക. ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവും. അതവർ പ്രശംസിക്കുകയും ചെയ്യും. അപ്പോ ഭക്ഷണം കഴിക്കുമ്പോഴത്തെ മര്യാദ. അപ്പൊ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഭക്ഷണം കഴിക്കുമ്പോ നിർബന്ധമായും ഇനി ഉമ്മമാരും ചെയ്തിരിക്കണം ഒരു ആയത്തുൽ കുർസി. ശുദ്ധിയുള്ള സമയം ഉമ്മമാര് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഒരു വട്ടം ആയത്തുൽ കുർസി പതുക്കെ
ആയത്തുൽ കുർസി ഓതിയിട്ട് ആ ഭക്ഷണത്തിൽ ഊതിയിട്ട് കുടിക്കാം. പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാം. എന്താന്ന് വെച്ചാൽ, ഒന്ന്, ആ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശം ശരീരത്തിലേക്ക് കയറുന്നതിന് തടയും. രണ്ട്, ആ ഭക്ഷണത്തിൽ നിന്നുള്ള പിശാചിന്റെ സ്വാധീനം ഉണ്ടെങ്കിൽ തടയും. മൂന്ന്, സ്വന്തം തടിയിൽ പിശാചിന്റെ സ്വാധീനം തടയാൻ സഹായിക്കും. എന്റെ ആയത്തുൽ കുർസി ഓതിയ സാധനമാണ് കുടിക്കുന്നത്. അപ്പൊ ആയത്തുൽ കുർസി ഈ ഭക്ഷണം കഴിഞ്ഞാൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണത്തിലേക്ക് ഊതിയിട്ട് കഴിക്കാം. അത് നമ്മളും നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കൽ ശരീരത്തെ പിശാചിൽ നിന്ന് കാവലുണ്ടാക്കാൻ കാരണമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം, സമയം 12 മണിയായില്ലേ, അവസാനിപ്പിക്കാറായില്ലേ? ഒന്ന്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ വിശദീകരണം മാത്രമേ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. അതും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. എന്നാലും വേണ്ട, അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ പരിശുദ്ധമായ റമദാനിൽ പ്രധാനമായും എല്ലാ സന്ദർഭങ്ങളിലും ചെയ്യുന്ന ദുആ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അല്ലാഹുവിനെ പ്രശംസിക്കലാണ്. അടുത്തത് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കലാണ്. അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ, നിങ്ങൾ ധൃതി കാണിക്കണം, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ മേലിൽ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിന് നിങ്ങൾ ധൃതി കൂട്ടണമെന്ന് ഖുർആൻ. അങ്ങനെ നിങ്ങൾ ധൃതി കൂട്ടിയാലോ വജന്നത്തുൻ, നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് സ്വർഗമാണ്. ആ സ്വർഗം അർളുഹസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ് കാത്തിരിക്കുന്നത്. ആ സ്വർഗം മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചതാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഈ തഖ്വയെ അല്ലാഹു നോമ്പിലും പറഞ്ഞു. അതുകൊണ്ട് മുത്തഖീങ്ങൾ ഒരിക്കലും നോമ്പിൽ ഇസ്തിഗ്ഫാറിനെ മറന്നു പോകാൻ പാടില്ല. എപ്പോഴും ഇസ്തിഗ്ഫാറിനെ കൊണ്ടുവരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിനോട് ചുരുങ്ങിയത് 70 തവണ, 70 പരം തവണ, 70 തവണ അല്ലാഹുവിനോട് പാപമോചനം തെല്ലുമായിരുന്നു മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ പറയും റസൂലുള്ള പോലും തെറ്റ് ചെയ്തിരുന്നില്ലേ, റസൂലുള്ള പോലും തെറ്റ് ചെയ്തിരുന്നു. എന്തേ? റസൂലുള്ള ഒരു ദിവസം 100 പ്രാവശ്യത്തോളം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു. റസൂലുള്ള പോലും തെറ്റ് ചെയ്തിരുന്നു. എന്താ വരെ ഉദ്ദേശം? റസൂലുള്ളാഹിനെ മോശാക്കലാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്നാ പിന്നെ പടുജാഹിലീങ്ങളെ, ഇത് പറയുന്ന ആളുകൾ മനസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പറയാ, പടുജാഹിലീങ്ങളെ, അങ്ങനെയാണെങ്കിൽ ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങി വരുമ്പോ എന്താ നമ്മൾ പറയണത്? പഠിച്ചവനെ ജിക്ക് പുറത്തേരണം അല്ലേ? മലമൂത്ര വിസർജനം ചെയ്യല് വൻകുറ്റാണ്. ആണോ? ചെറിയ തെറ്റാണോ? ആവശ്യല്ലേ? കഴിഞ്ഞു വരുമ്പോ എന്താ പറയാ? ജിക്ക് പുറത്തേരണം. പഠിച്ചവനെ എന്തായാലും ഇപ്പൊ ഞാൻ മൂത്രയിച്ചു പോയി, ഇനി മേലാക്ക ഞാൻ ചെയ്യൂല, ജിക്ക് പുറത്തേരണം. അതതിന്റെ അർത്ഥം. അപ്പൊ റസൂലുള്ളാഹി അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്ന് 70 തവണ ചൊല്ലിയത് എന്തിനാ? അത് മനുഷ്യന്മാരെ, ഉമ്മത്തിനെ അതിന്റെ മഹത്വം പഠിപ്പിച്ചു തരാനാണ്, നമുക്കതിന്റെ ഫദ്ല് പറഞ്ഞു തരാനാണ്. റസൂലുള്ളാഹിന്റെ ദറജ പരലോകത്ത് ഉയരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്റുആണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ എന്നാൽ തെറ്റ് ചെയ്തൊരു മാത്രം ചെയ്യേണ്ട ഒരു സാധനമല്ല ഇത് ഇസ്തിഗ്ഫാർ. എല്ലാവർക്കും ചെയ്യും. എന്തേ? അള്ളാഹ്ക്കത് ഇഷ്ടാണ്, അള്ളാഹ്ക്കത് ഇഷ്ടാണ്. പിന്നെ നമ്മക്ക് ചെയ്ത എന്താ പ്രശ്നം? അതിനിപ്പോ നമ്മള് തെറ്റ് ചെയ്ത് നടക്കണമെന്നുണ്ടോ? ഇല്ല. അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ ചൊല്ലൽ ഇഷ്ടമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ദുആരക്കാണ്, യാ കരീമൽ അഫ്വി 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 യാ കരീം യാ കരീം യാ കരീം. അല്ലാഹുവിനോട് അഫ്വ ചെയ്യുന്ന റബ്ബേ, മാന്യനായ റബ്ബേ, അഫ്വ ചെയ്യുന്ന മാന്യനായ റബ്ബേ, അല്ലാഹ് നിന്റെ അഫ്വ ഉണ്ടല്ലോ, അല്ലാഹ് നിന്റെ അഫ്വ വേണമല്ലാ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ഇബ്രാഹിം നബി ഇങ്ങനെ വല്ലാതെ ആത്മാർത്ഥതയോടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചു, ഇബ്രാഹിം നബിയേ, യാ ഇബ്രാഹിം അതദ്രീ മാ കറമു അഫ്വിഹി, അല്ലാഹു മാപ്പ് ചെയ്യുമ്പോ, അല്ലാഹു നിനക്ക് പൊറുത്തു തരുമ്പോ, നിന്റെ തെറ്റിനെ അല്ലാഹു മാപ്പാക്കി തരുമ്പോ അല്ലാഹു ചെയ്യുന്ന മാന്യത എന്തെന്നറിയുമോ ഇബ്രാഹിമേ? അല്ലാഹുവിനോട് യാ കരീമൽ അഫ്വി, പുറത്തു തരുന്ന മാന്യനായ അല്ലാഹു എന്ന് പറഞ്ഞ് ഇങ്ങനെ ദ്വാരക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, യാ ഇബ്രാഹിം അതദ്രീ മാ കറമു അഫ്വി, അല്ലാഹു മാപ്പ് ചെയ്തു തരുന്നതിലെ മാന്യത എന്താണെന്നറിയോ? ഏറ്റവും വലിയ മാന്യനാരാ? അല്ലാഹ്. ആ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മാന്യത, നീ ചെയ്ത തെറ്റ് നിനക്ക് അല്ലാഹു പുറത്തു തരുമ്പോൾ മാന്യനായ അല്ലാഹു എന്താണ് നിന്നെ കൊണ്ട് ചെയ്യുന്നത് എന്നറിയാമോ? ഇബ്രാഹിം നബി പറഞ്ഞു, ലാ, അറിയില്ല. അപ്പൊ പറഞ്ഞു, ഇദാ അഫാ അൻ സയ്യിഅത്തിൻ ജഅലഹാ ഹസനാ, നീ ചെയ്ത തെറ്റുകളെ അല്ലാഹു മായ്ച്ചു കളയുകയും അത് നിനക്ക് നന്മയായി അല്ലാഹു രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ മാന്യത അടിമക്ക് ചെയ്യാനുള്ളത് ഉടമയോട് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയാനാണ്. ഉടമയുടെ മാന്യത അത് പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, ആ പുറത്തു കൊടുത്ത ഭാഗം അല്ലാഹു ബ്ലാങ്ക് ആക്കിയിടാതെ അവിടെ അല്ലാഹു നന്മയായി രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്ന പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒന്ന് ഷഹാദത്തിന്റെ വചനം, രണ്ട് ഇസ്തിഗ്ഫാർ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ തറാവീന്റെ ഇടയിൽ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ട് നിങ്ങൾ കാണില്ല, നമ്മൾ സ്വലാത്ത് ചെല്ലൂലേ, 4 റക്അത്തിന് ശേഷം സ്വലാത്ത് ചെല്ലൂലേ, സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ദിക്ർ ചെല്ലൂലേ, അപ്പൊ എല്ലാവരും കൈ ഉയർത്താറുണ്ടോ? ചിലരൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്തേ, അത് ദുആയാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അടിമന്ത് ചെയ്യും, കൈ ഉയർത്തും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. ഈ രണ്ട് ഇഷ്ടങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മൾ അല്ലാഹുവിനോട് നമുക്ക് വേണ്ടതിനെയാണ് പിന്നെ ചോദിക്കുന്നത്. വഅസ്അലുക്കൽ ജന്ന, പടച്ചോനെ നീ എനിക്ക് സ്വർഗം തരണം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ, ജനമൊക്കെയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടന്താതിബുറു തന്ന പിന്നെയും ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെയാ എക്കാലമിലും. അല്ലാഹു സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മളെ എത്തിച്ചു തരട്ടെ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ, കാഴ്ചക്ക് പോലും നല്ല കൗതുകമുത്തുകൾ. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ മരണപ്പെട്ടുപോയ കുട്ടികൾ നാളെ സ്വർഗത്തിലുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ, അവരുടെ നേതാവ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം.
അള്ളാഹു ആ സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മൾ എത്തിക്കട്ടെ. ആ സ്വർഗത്തിൽ എല്ലാതും ഇണകളായിരിക്കും. സ്വർഗത്തില് ഒറ്റക്ക് ഒരു പരിപാടിയില്ല, ആണിനുമില്ല പെണ്ണിനുമില്ല. ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിഊൻ. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും പിന്നെ നോക്കണ്ട, ഈ ദുനിയാവിൽ തന്നെ ആവും ചിലപ്പോ പരലോകത്ത്. പക്ഷെ ഇവിടുത്തെ സ്വഭാവം ഉണ്ടാവില്ല. മോശമായതുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ചിരിക്കണ്ട, നമ്മളാണുങ്ങളല്ലേ, നമ്മൾ ചിരിക്കണ്ട. അവർക്കും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. നമ്മളിലെ മോശപ്പെട്ട സ്വഭാവം എവിടെ പോയി ഉണ്ടാവില്ല? സ്വർഗത്തിൽ പോയി ഉണ്ടാവില്ല. പെണ്ണുങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം സ്വർഗത്തിൽ അവരുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ നമുക്ക് പെടുത്തില്ല. അപ്പോ സ്വർഗത്തിൽ ഭൂമിയിലെ ഒരു മോശപ്പെട്ട സ്വഭാവവും സ്വർഗത്തിൽ ഒരാൾക്കുണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരും അവരുടെ ഇണകളും അലൽ അറായികി ചാരിക്കിടക്കുന്നവരാണ്. എവിടെ? സ്വർഗത്തിലെ കട്ടിലിന്മേൽ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ബാച്ചിലേഴ്സോ, മരണപ്പെട്ടു പോയ ആണുങ്ങൾ, അവർക്ക് അവിടെ ഇണകളുണ്ടാവും. ഇനി മരിച്ചുപോയ പെണ്ണുങ്ങളാണെങ്കിലും അവർക്കും അവിടെ ഹൂർലീങ്ങളുണ്ടാവും. ഹൂർലീങ്ങൾ അപ്പൊ ഹൂർലീങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രം കിട്ടുന്ന സാധനമല്ല. ഹൂർലീങ്ങൾ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. അള്ളാഹു സ്വർഗത്തിൽ നമ്മൾ എത്തിച്ചേരട്ടെ. സ്വർഗത്തിൽ ആഴ്ചയിൽ ചില സന്ദർശനങ്ങൾ നടക്കും. നമ്മൾ രോഗിനെ സന്ദർശിക്കാനൊക്കെ പോകും അല്ലേ? വയ്യാത്തുപ്പാനെ കാണാൻ നമ്മൾ പോകും. തറവാട്ട് വീട്ടിൽ ഉപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകും. എന്നതുപോലെ സ്വർഗത്തിൽ ആഴ്ചയിൽ 7 ദിവസവും സന്ദർശനം ഉണ്ടാവും. മുന്നേ കറങ്ങാറുണ്ട്. ശനിയാഴ്ച മക്കള് മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോകുന്നു. ശനിയാഴ്ച മക്കള് മാതാപിതാക്കളെ, എവിടെയുള്ള മാതാപിതാക്കളെ? അതുണ്ട്, അത് വെള്ളിയാഴ്ച സ്പെഷ്യൽ പരിപാടി. സ്വർഗത്തിൽ ഇപ്പോ ഗൾഫിലൊരു കടയുടെ പേരുണ്ട്, അൽ ജന്ന. ഈ ജോർദാനിൽ ഉസ്താദ് മുനവാസം സിയാറത്ത് പോയപ്പോൾ ജോർദാനിൽ ഒരു സ്ഥലത്തിന്റെ പേര്, ഒരു തോട്ടത്തിന്റെ പേര് അൽ ജന്ന. തോട്ടത്തിന്റെ പേര് അൽ ജന്ന. ഉസ്താദ് പറയുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് അൽ-കഹ്ഫിലൊരു ജന്നയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 10-14 ആയത്തുകൾ ആ ജന്നത്തുമായി ബന്ധപ്പെട്ട്, രണ്ടുപേരുടെ തോട്ടവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളെ പറഞ്ഞു വന്നത്, സ്വർഗത്തിൽ അങ്ങനെ എന്ത് ചെയ്യും? സന്ദർശനം ഉണ്ടാവും. അന്ന് ശനിയാഴ്ച മക്കൾ മാതാപിതാക്കളെ കാണാൻ വേണ്ടി പോകും. നരകത്തിലുള്ള ആളുകൾക്ക് സ്വർഗത്തിലുള്ള ആളുകൾക്ക് എവിടെ പോവാം? നരകത്തിൽ പോവാം. നരകത്തിലൂടെ കാണാൻ പറ്റും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഞായറാഴ്ച മാതാപിതാക്കൾ മക്കളെ കാണാൻ സന്തോഷത്തോടെ ഇങ്ങോട്ട് വരും. തിങ്കളാഴ്ചയാണെങ്കിലോ ശിഷ്യന്മാർ ഉസ്താദുമാരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകും. ചൊവ്വാഴ്ചയാണെങ്കിൽ ഉസ്താദുമാർ ശിഷ്യന്മാരെ കാണാൻ വേണ്ടി സന്തോഷത്തോടെ ഇങ്ങോട്ട് വരും. ബുധനാഴ്ച ഒരു സമുദായം അതിന്റെ നബിയെ കാണാൻ വേണ്ടി പോകും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നബിയായ തന്റെ ഉമ്മത്ത് ആദം നബിയെ കാണാൻ വേണ്ടി പോകും. ഇബ്രാഹിം നബിയുടെ ഉമ്മത്ത് ഇബ്രാഹിം നബിനെ കാണാൻ വേണ്ടി പോകും. റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ വ്യാഴാഴ്ച ഈ അമ്പിയാക്കൾ എന്ത് ചെയ്യും? അമ്പിയാക്കളുടെ സമുദായത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ട്. എന്നാൽ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും നല്ല റാഹത്തുള്ള ദിവസം വെള്ളിയാഴ്ചയായിരിക്കും. അന്ന് അള്ളാഹുവിനെ തന്റെ അടിമകൾക്ക് കാണാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ. വെള്ളിയാഴ്ച 3 കൂട്ടക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന്, ആഴ്ചയിൽ അള്ളാഹുവിനെ കാണുന്നു. 2, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ കാണുന്ന ആളുകൾ. 3, സദാ നേരവും അള്ളാഹുവിൻ്റെ ലിഖായിലായി നിൽക്കുന്ന ആളുകൾ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സദാസമയം അള്ളാഹുവിൻ്റെ ലിഖായിലായി നിൽക്കുന്നത്. വെള്ളിയാഴ്ച സൂഖുൽ ജുമഅയുണ്ട്. ആ ദിവസം പർച്ചേസിങ്ങിന് ഇറങ്ങിയ പുരുഷന്മാരാണ്. ബാഗൊക്കെ എടുത്തിട്ട് പോകും അങ്ങാടിക്ക്. ഒന്നും വാങ്ങാനില്ല. അങ്ങനെ പോണ സമയത്ത് സ്വർഗത്തിൽ ഇങ്ങനെ കാറ്റ് വീശും.
സ്വർഗത്തിലെ കാറ്റ് വീശുമ്പോൾ സ്വർഗത്തിലെ മണ്ണ്, ഏത് മണ്ണ്? സ്വർണവും വെള്ളിയും രത്നവും മരതകവും മുത്തുകളും പവിഴങ്ങളും എല്ലാത്തിൻ്റെയും സമ്മിശ്രമുള്ള സ്വർഗത്തിലെ മണ്ണ് അതിങ്ങനെ പാറി നടക്കുന്നത് ഇയാളുടെ ശരീരത്തിൽ ഇങ്ങനെ അടിക്കും. അങ്ങനെ പോണ കൂട്ടത്തിൽ കുറെ ആൾക്കാരെ കാണാം, പിള്ളക്കാട്ടവരൊക്കെ അവിടെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അവിടെ എന്ത് ചെയ്യും? എല്ലാവരും വെള്ളിയാഴ്ച അങ്ങാടി വെച്ചിട്ട് പരസ്പരമൊക്കെ കണ്ടവരെന്ത് ചെയ്യും? തിരിച്ച് വീട്ടിൽ വന്നിട്ട് വാതിലിങ്ങനെ മുട്ടുമ്പോ, പെണ്ണുങ്ങൾ ഇങ്ങനെ വാതിലുറക്കുമ്പോ സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ പെണ്ണിങ്ങട്ടും പറയും സുബ്ഹാനല്ലാഹ്. തലമ്മലൊക്കെ അടിച്ചിട്ടാവും എന്ന് പറയാൻ സാധ്യത കൂടുതൽ. അപ്പൊ ഈ ഭർത്താവ് പറയും, എന്താണ് പെണ്ണെ, ഞാൻ പോകുമ്പോഴുള്ള സൗന്ദര്യമല്ലോ നിനക്ക് സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ വല്ലാതെ എന്ന് സന്തോഷം പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ പെണ്ണ് പറയും, മനുഷ്യ ഇത് ഞങ്ങളോട് അങ്ങോട്ട് പറയാൻ നിൽക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ആ വെള്ളിയാഴ്ച, ഓരോ വെള്ളിയാഴ്ചയും സ്വർഗവാസികളുടെ സൗന്ദര്യം കൂടിക്കൊണ്ടേയിരിക്കും. ആരുടെ? അങ്ങാടി പോയോന്റെ. ആ അങ്ങാടിയിൽ അവിടെ പോകണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? അങ്ങാടിയിൽ പോകാണ്ടിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ശൈത്താൻ ഉണ്ടാവുന്ന സ്ഥലം എവിടെയാ? അങ്ങാടി. അപ്പൊ ഇവിടുത്തെ അങ്ങാടി പോക്ക് റമദാനായിട്ട് ഡ്രസ്സ് എടുക്കാനെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി റമദാനിൽ അങ്ങാടിയിലേക്ക് പോകാൻ താല്പര്യം കുറച്ചാൽ പോയി കാര്യങ്ങൾ വേഗം തീർത്തു പോരുക എന്നതല്ലാതെ അങ്ങനെ ചെയ്താൽ നാളെ സ്വർഗത്തിൽ അങ്ങാടിയിൽ പോകാൻ അതൊരു കാരണമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സ്വർഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ, നരകത്തിൽ നിന്ന് മോചനാണ്. അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കട്ടെ. അള്ളാഹു എല്ലാവിധ അദാബുകളെ തൊട്ടും അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ റമദാനിൽ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ, നമ്മൾ റമദാനിൽ ഓതുന്ന പരിശുദ്ധമായ ഈ ദുആ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇതിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹുവിനോട് പറയൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. വഅസ്അലുക്കൽ ജന്ന, ആ ഇഷ്ടമാകുന്ന സനാഇനെ പറഞ്ഞിട്ട് വഅസ്അലുക്കൽ ജന്ന, പടച്ചോനെ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുകയാണ്. വഅഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുകയാണ്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇതാണ് ഈ ആയത്തിന്റെ സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ ചിന്തിക്കണം, പടച്ചോനെ ഈ വാക്ക് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണല്ലോ. അതുകൊണ്ട് റബ്ബേ വഅസ്അലുക്കൽ ജന്ന, എനിക്ക് സ്വർഗ്ഗം വേണം. എന്തേ? ആ സ്വർഗ്ഗത്തിലേ നിന്നെ കാണാൻ കഴിയൂ, ആ സ്വർഗ്ഗത്തിലേ നിന്റെ റസൂലിനെ കാണാൻ കഴിയൂ, ആ സ്വർഗ്ഗത്തിലേ നിന്റെ റസൂലുള്ളാന്റെ തൃക്കല്യാണത്തിൽ പങ്കുചേരാൻ കഴിയൂ. അതുകൊണ്ട് ആ സ്വർഗ്ഗം എനിക്ക് വേണം. വനഊദു ബിക മിനൻ നാർ, പടച്ചോനെ നീ ഏറ്റവും മോശപ്പെട്ടവരെ വലിച്ചെറിയുന്ന ജഹന്നമാകുന്ന നരകം എനിക്ക് വേണ്ടേ വേണ്ട. ഈ ദുആ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്തുകയും അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആക്കല്ലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, നിന്റെ അടിമകളാകുന്ന ഞങ്ങളിതാ മണിക്കൂറുകളോളം നീ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ ചെലവഴിച്ചതിനെ നീ സ്വീകരിക്കണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട അമലാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ട ഇരുത്തമാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നിഅമത്തുകളും ഞങ്ങളെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കള്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ അധികാരങ്ങള്, നിങ്ങൾക്ക് നീ നൽകിയ എല്ലാ നിഅമത്തുകളും മരണം വരെ റബ്ബേ നിന്റെ പൊരുത്തത്തിലായി നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. മക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ. സ്നേഹിച്ചവരെ സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർക്ക് നീ പൊറുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഹുസ്നുൽ ഖുലുഖും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ആഫിയത്തിനെ ഞങ്ങളുടെ മൗത്ത് വരെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ നിസ്കാര
നിസ്കാരവും നോമ്പും സക്കാത്തും സ്വതക്കയും തറാവീഹും ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഈ വാളിന് വന്നിരുന്നത് പോലും അതിന് വന്ന നടത്തത്തില് ഞങ്ങൾ വെച്ച കാൽപാദത്തിന് പോലും റബ്ബേ അതിന്റെ പ്രതിഫലം ദുനിയാവിലും നാളെ ആഖിറത്തിലും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ പ്രതീക്ഷയോടെ വളർത്തുന്ന ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ, മുഖ്ലിസീങ്ങളാക്കണേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ ചെറിയതും വലുതുമായ രോഗങ്ങളെ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾ നിന്റെ അടിമകളല്ല തമ്പുരാനെ, ഉടമസ്ഥനായ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ. ഇബാദത്തിന് കോട്ടം വരുന്ന രോഗങ്ങളെ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മഹല്ല് മദ്രസ ദീനീ സംവിധാനങ്ങളുടെ തുടക്കം മുതൽ ഇന്നേ വരെ സഹകരിച്ചവർ, പ്രിയപ്പെട്ട പ്രവാസികളടക്കം ഞങ്ങൾ നൽകുന്ന റിലീഫ് കിറ്റിലേക്ക് സ്വതക്ക നൽകിയവർ എല്ലാവരുടെയും സ്വതക്കകളെയും നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾക്ക് വസ്ത്രം നിന്നവർക്ക് നീ സ്വർഗീയ വസ്ത്രം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുവേ തമ്പുരാനെ അവരൊക്കെ ഞങ്ങളെ ആദരിക്കുന്നത്, ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നത് നിന്റെ ഹബീബ് ധരിച്ച, നിന്റെ പരിശുദ്ധമായ മഹാന്മാർ ധരിച്ച വെള്ള വസ്ത്രം ധരിച്ച് ഇൽമു പഠിച്ചുവെന്നതിന്റെ പേരിലാണല്ലോ റബ്ബേ. ആ ഇൽമിനെ നീ ഞങ്ങൾക്ക് മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. ഉപകാരപ്പെടുന്ന വിജ്ഞാനമാക്കി തരണേ അല്ലാ. എല്ലാവിധ ചതികളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന്, സിഹറിൽ നിന്ന്, ഐനിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, ഫസാദിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ പൊരുത്തത്തിനായി ജീവിച്ച് നിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നോട് ചോദിച്ച എല്ലാ ഖൈറും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ ഹബീബ് കാവലിനെ തേടി എല്ലാവിധ ശർറുകളെ തൊട്ട് വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാത്തോളണേ അല്ലാ. പടച്ചവനെ റിലീഫിന്റെ കിറ്റ് എന്ന മനോഹരമായ സംരംഭത്തിന് നേതൃത്വം നൽകിയവർ, മുൻകാലങ്ങളിൽ നേതൃത്വം നൽകിയവർ, ഈ സമയങ്ങളിൽ നേതൃത്വം നൽകിയവർ, അവരുടെ ഖിദ്മത്തുകളെ സ്വീകരിക്കണേ അല്ലാ. അർഹരായവരിലേക്ക് എത്തിപ്പെടുമ്പോ അവരൊരു അൽഹംദുലില്ലാ പറഞ്ഞ അവരുടെ മനസ്സിന് സന്തോഷം